കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പ്രത്യേക ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. പ്രത്യേക എപ്പിസോഡ് എന്ന് പറയാൻ കാരണമുണ്ട്. ഭഗവാന്റെ ഈ ചാനലിൽ തന്നെ ഏകദേശം നമ്മൾ 100-125ഓളം എപ്പിസോഡ് ഈ ചാനൽ ചെയ്തു കഴിഞ്ഞു. പല മഹാത്മാക്കളും ഈ ചാനലിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് തസ്മൈ ഗുരുജിയാണ്. തസ്മൈ ഗുരുജി എന്ന് പറയുമ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ശരിക്ക് ഗുരുദേവൻ്റെ മാർഗം അതേപടി ആചരിച്ചു പോരുന്ന ഒരു മഹാത്മാവാണ്. അതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ തപോബലത്താൽ SMS മെഡിറ്റേഷൻ, അതായത് സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ വലിയ ഒരു മാർഗം ഈസി ആയിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കുടുംബസ്ഥനായ ഒരാൾ എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ഒരു മഹാസംരംഭത്തിനു വേണ്ടി മാറ്റിവെച്ച ആളാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചും പല കാര്യങ്ങളും പലരും നമ്മളെ ചാനലിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഞാനും പല കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നമുക്ക് നമ്മളെ കൊച്ചു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എന്നല്ല, ലോകത്ത് തന്നെ ഇത്ര ലളിതമായ മാർഗത്തിലൂടെ മെഡിറ്റേഷനിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാം എന്ന് തെളിയിച്ച ആളാണ്. കാരണം ആയിരക്കണക്ക് ശിഷ്യന്മാരുള്ള മഹാഗുരുവാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന തസ്മൈ ഗുരുജി. അദ്ദേഹത്തിൻ്റെ സ്ഥലം കേരളത്തിലാണെങ്കിൽ പോലും എറണാകുളം ജില്ലയിൽ ആണ്. പക്ഷെ അദ്ദേഹം ബാംഗ്ലൂരാണ് സ്ഥാപനമിട്ട്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും ആശ്രമം. അപ്പോൾ അദ്ദേഹമാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഗുരുജി. നമസ്തേ. നമസ്തേ. അപ്പോൾ നമുക്ക് SMS മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. കാരണം സത്യാന്വേഷികളായിട്ടുള്ള അല്ലെങ്കിൽ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചിട്ടുള്ളവർ, അപ്പോൾ അങ്ങേപോലെ എത്രയോ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്രയും എളുപ്പമായിട്ടൊരു സിമ്പിൾ മെത്തേഡ്, അതായത് കുടുംബസമേതം കുഞ്ഞു കുട്ടി തൊട്ട് മുതിർന്നവർക്ക് വരെ വീട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്ന ഒരു മാർഗം ശരിക്കും കണ്ടുപിടിച്ചതും അത് ഇത്രയും ഡെവലപ്പ് ചെയ്തതും എത്രയോ ആയിരക്കണക്കിന് ആളിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്ത ആളാണ് അങ്ങ്. അപ്പോൾ ആ വഴി ഒന്ന് ഞങ്ങളെ ഭക്തർക്ക് കൂടി വേണ്ടി അങ്ങ് പറഞ്ഞു കൊടുക്കണം.
ആദ്യമായിട്ട് ഭഗവാന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ വിനീതമായ നമസ്കാരം. അതിനോടൊപ്പം ഇങ്ങനെ ചാനലിലൊന്ന് സംസാരിക്കാൻ അവസരമൊരുക്കി തന്ന അങ്ങേക്കും എൻ്റെ വിനീതമായ കുപ്പുകൈ. SMS മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ ഋഷി പരമ്പരയിലൂടെ കടന്നു പോകുന്നതാണ്. അനേകം ഋഷിമാരുടെ കഥകളും ചരിത്രങ്ങളും നമുക്കറിയാം. അവരെല്ലാം വളരെ ത്യാഗത്തിലൂടെ നേടിയെടുത്തതാണ്. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എൻ്റേതും. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴിയെ പൊരിക്കാൻ തന്തൂരി ചിക്കന് വേണ്ടിയിട്ട് കമ്പി കയറ്റിയേക്കണ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. നമ്മളിങ്ങനെ ശരിക്കും തീയിലിട്ട് പൊരിച്ച് തന്നെ ആക്കിയെടുത്ത്. എന്നെ കണ്ടാൽ വളരെ ചെറുപ്പമാണ്, പ്രായമൊന്നും അധികം ഇല്ല, 50 വയസ്സേ ഉള്ളൂ. ഒരു 10 വർഷം മുമ്പ് വരെ ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലും ഭാരതം മുഴുവൻ ഏകദേശം 4 പ്രാവശ്യത്തോളം ചുറ്റിക്കറങ്ങുകയും ചെയ്തു. പക്ഷെ ഒരാളും എന്നെ മെഡിറ്റേഷൻ പഠിപ്പിച്ചു തരാനുണ്ടായില്ല. പഠിപ്പിച്ചു തരുന്ന ആർക്കും ഒരു വ്യക്തതയോടുകൂടി എന്നോട് ഒരിക്കലും പറയാൻ പറ്റിയിട്ടില്ല, നീ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ആത്മസാക്ഷാത്കാരം നേടുമെന്ന്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് എൻ്റെ ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ പറ്റി. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒരു മാർഗവും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. വീണ്ടും അതിനുശേഷം ഒരു 1.5 വർഷത്തോളം റിസർച്ച് ചെയ്താണ് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു SMS മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ സമയത്തൊന്നും ഒരാളെ പോലും ഒന്ന് മെഡിറ്റേഷൻ വിളിച്ചാൽ കിട്ടൂല. ഒന്ന് പരീക്ഷിച്ച് നോക്കണം, ഒന്ന് വരും, ഒന്നിരിക്കുക. ഞാനിരിക്കില്ല, പിന്നെ സൂര്യൻ്റെ മുന്നിൽ ഇരിക്കുമോ, കറുത്തു പോകുമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നീടാണ് അങ്ങനെ ഏകദേശം വീണ്ടും പോയി. ഏകദേശം 3.5 വർഷം കഴിഞ്ഞപ്പോഴാണ് SMS മെഡിറ്റേഷൻ്റെ എനിക്ക് പരീക്ഷിക്കാനുള്ള ആളുകളെ കിട്ടിയത്. അതിലാദ്യം പരീക്ഷിച്ചത് എൻ്റെ മാതാപിതാക്കളെയും ഭാര്യയും കുടുംബത്തെയൊക്കെ തന്നെയാണ്. അവർക്കെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇതിനി ആരോടും പറയണ്ട, നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ വീട്ടിലുള്ളവർക്ക് കൊടുത്തല്ലോ, അങ്ങനെ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൊറോണ എല്ലായിടത്തും ബാധിക്കുന്നത് പോലെ സമൂഹത്തിൽ കൊറോണയുടെ ഒരു വലിയ പ്രശ്നം വന്നു. അപ്പം നമ്മളെ തേടി ആളുകൾ വന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, ഈ ഗുരുക്കന്മാർ പറയാറുണ്ടല്ലോ, ഈ പഞ്ചസാര ഇരിക്കുന്നിടത്തേക്ക് ഉറുമ്പ് തനിയെ എത്തുമെന്ന് പറയുന്ന പോലെ അവർ തനിയെ ഇങ്ങോട്ട് വരിക ചെയ്തത്. ഞാൻ അന്വേഷിച്ചു പോയതല്ല. ആദ്യം ഒരു 5 പേരാണ് വന്നത്. അവർക്ക് റിസൾട്ട് വന്നപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കാട്ടുതീ പോലെ അങ്ങ് പടരാൻ തുടങ്ങി. ആ സമയങ്ങളിൽ ഒരു 74-75ഓളം വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അന്ന് വാട്സപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150-120 പേരായിട്ടേ ഉള്ളൂ. അപ്പോൾ അതേപോലത്തെ 74 ഗ്രൂപ്പുകൾ മലയാളം, തമിഴ്, ഹിന്ദി ഒക്കെ ആയിട്ട് ഇങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ അന്നുണ്ടായിരുന്നു. അന്നതെല്ലാം പൂർണ്ണമായും ഫ്രീ ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് എടുത്താലും തീരില്ലാത്ത അവസ്ഥയിലായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ ചുമ്മാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വസ്തുവിനും വിലയില്ല എന്ന് പറയുന്ന പോലെ വൈകുന്നേരത്തെ ക്ലാസ്സുകളിൽ പലരും സ്മോൾ കഴിച്ചുകൊണ്ട് ക്ലാസ് കേൾക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ആത്മീയതയ്ക്കുള്ള മൂല്യച്യുതി എത്ര സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. അതെനിക്ക് ഭയങ്കര അധികം ദുഃഖം ഉണ്ടാക്കി. കാരണം ഗുരു പരമ്പര എന്ന് പറയുന്നത് ആളുകൾ മറന്നുപോയി. ദൈവത്തെ ഒരു കച്ചവട വസ്തുവായിട്ട് കണ്ടേക്കാണ്. ആത്മീയത ആർക്കും വലിയ താല്പര്യമില്ല. ഞാൻ പതുക്കെ ഈ ആളുകളുടെ എന്താ പറയുക, തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർക്ക് പോയതാണ്. അല്ലാതെ ബാംഗ്ലൂരിൽ പോയി അങ്ങനെ തുടങ്ങണം എന്നൊന്നും ഓർത്തല്ല. പിന്നെ ആവശ്യക്കാർ മാത്രമായി ബാംഗ്ലൂർക്ക് വരുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ SMS മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ദൂരെ പോയപ്പോൾ നമുക്ക് ഡിമാൻഡ് കൂടി. അതെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് വരുന്നവർ ആവശ്യക്കാരാണ്. ശരിക്കും ആത്മീയത അന്വേഷിക്കുന്നവൻ കറക്റ്റായ സ്ഥലത്ത് അന്വേഷിച്ച് നമ്മുടെ മുന്നിലെത്തും. അവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ട് താൻ. പിന്നെ അതിൽ ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ തന്നെ ഭഗവാന്റെ, അതായത് ഗുരുവിൻ്റെ മെഡിറ്റേഷനും ഗുരുവിൻ്റെ കൂടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അതിനൊപ്പം തന്നെ ഞാൻ പല ആൾക്കാരുടെയും മെഡിറ്റേഷൻ രീതി ഒക്കെ വാട്സപ്പിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങയുടെ ഈ രീതി നമുക്ക് വളരെ സ്വാധീനം ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെ ഗുരു ഭഗവാൻ, നമ്മളെ ചിന്താലേശ ഭഗവാന്റെ കുറേ രീതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള
രീതിയായിരുന്നു. ഒന്ന്, അങ്ങയുടെ ഒരു വാക്ക് ഞാൻ പലപ്പോഴും എടുത്ത് കൈകാര്യം ചെയ്യാറുണ്ട്, ശവക്കറി എന്ന് പറഞ്ഞു. ഈ ശവക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് കടമെടുത്ത വാക്കാണ്. ഇപ്പൊ അറിയാതെ എങ്കിലും എൻ്റെ വായിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ എപ്പിസോഡുകളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് കയറി വരും. ഒന്ന് അത്, കാരണം ഈ ഭൂലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല, സർവ്വചരാചരങ്ങളും പ്രപഞ്ച മാതാവിൻ്റെ മക്കളാണ്. അവർക്കെല്ലാം ജീവിക്കാൻ അധികാരമുണ്ട്. പക്ഷേ ഇതൊക്കെ എല്ലാവരും പറയുമെങ്കിലും അതിനെ വ്യക്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനോ അവർക്ക് അത് ബോധ്യപ്പെടുത്താനുമായിട്ട് അങ്ങ് നടത്തുന്ന വലിയ ഒരു എന്താ പറയുക, ഒരു ദൗത്യം തന്നെയാണ് എന്ന് പറയാം. മറ്റൊന്ന്, ഒരു കുടുംബസ്ഥനായിരുന്നു കൊണ്ട്, കുടുംബത്തിനകത്ത് കുടുംബസമേതം ഇരുന്നു കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം, അത് അങ്ങയുടെ ഏറ്റവും വലിയ വഴി. ഞാൻ പല ആചാര്യന്മാരുടെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം സന്യാസ വഴിയിലൂടെയോ അല്ലാതെയോ. അപ്പോൾ ഞങ്ങളെ ആശ്രമത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ആശ്രമത്തിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കുടുംബസ്ഥർക്കാണ് പ്രാധാന്യം. കുടുംബസ്ഥരുടെ ആശ്രമം എന്നാണ് സ്വാമി പറയുന്നത്. അത് സന്യാസിയുടെ ആശ്രമമല്ല, ഗൃഹസ്ഥാശ്രമികളുടെ ആശ്രമം. ഗൃഹത്ത് വസിച്ചുകൊണ്ട് കുടുംബസമേതം പാലിക്കേണ്ട കർമ്മങ്ങളാണ് ഞങ്ങളെ ആശ്രമത്തിലെ രീതി. അതേ ഒരു രീതിയാണ് അങ്ങ് അവലംബിച്ച് വരുന്നത്. അത് ഇത്രയും ആളുകളിലേക്ക് എങ്ങനെ ഇത്രയും വേഗം എത്തിക്കാൻ കഴിഞ്ഞു? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇതിനകത്തൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഗൃഹസ്ഥത്തിൽ സന്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് അറിയില്ല. ബാല്യത്തിൽ തന്നെയാണ് ഈ പറയുന്ന സന്യാസമുള്ളത്. ബ്രഹ്മചര്യം ബാല്യത്തിൽ തുടങ്ങണം. നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും പറയുന്ന ധർമ്മത്തെ പറ്റി മാത്രമേ നമ്മുടെ സനാതന ധർമ്മം സംസാരിക്കുന്നുള്ളൂ. ഞാനൊരു വിവാഹം കഴിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് അവരെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ വാനപ്രസ്ഥത്തിന് യോഗ്യനല്ല. എനിക്ക് വാനോളം എല്ലാത്തിനെയും സഹിക്കാനുള്ള ആ ഒരു കഴിവിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥത്തിൽ നിന്ന് തന്നെ പറ്റുള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി എങ്ങനെയാണ് ത്യാഗത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഒരു വിവാഹിതനായിട്ട് ജീവിക്കുമ്പോൾ ഭാര്യാധർമ്മവും ഭർത്തൃധർമ്മവും കുടുംബധർമ്മവും പുത്രധർമ്മവും ഒക്കെ അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ത്യാഗം ഉണ്ടാവുള്ളൂ. എല്ലാറ്റിനും ഉപേക്ഷിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് എവിടെ ത്യാഗം? അവരൊരു കാര്യത്തിൽ പാടില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ പോകുന്ന സന്യാസിമാർ ശ്രേഷ്ഠർ തന്നെയാണ്. പക്ഷെ ഗൃഹസ്ഥത്തിലെ സന്യാസത്തിന് ശ്രേഷ്ഠത കുറച്ചുകൂടി കൂടുതലാണ്. കാരണം നമ്മൾ എല്ലായിടത്തും ത്യാഗം മാത്രമാണ് പഠിക്കുന്നത്. അച്ഛനെയും അമ്മയെയും മക്കളെയും സഹോദരിയെയും ഭർത്താവിനെയും ഭാര്യയും എല്ലാവരെയും ചേർത്ത് വെച്ച് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ ഒരു മനസ്ഥിതി എത്തണം. അതെ. അങ്ങനെ ഒരു മനസ്ഥിതിയിൽ ഇപ്പോൾ അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങയുടെ ഒരു സുഹൃത്ത്, ഭാര്യയില്ല മക്കളുമില്ല, തോന്നിയാസം കള്ളു കുടിച്ചു വരുന്ന ഒരുത്തനാണെങ്കിൽ ഓഫീസിൽ കയറ്റിയിരുത്താൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. ഞാൻ കുടുംബസമേതം വരികയാണെങ്കിലോ ആ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇരിക്കുക എന്ന് പറയും. തീർച്ചയായിട്ടും. ഇതാണ് ദൈവത്തിനും ഇഷ്ടം. ദൈവത്തിനും ഇഷ്ടം നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന കാണാനാണ്. അല്ലാതെ ഭാര്യയെ തല്ലി മക്കളെ തിരിഞ്ഞു നോക്കാണ്ട് തോന്നിവാസം ജീവിക്കുന്ന ഒരാൾ ഓടി ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ദൈവം വിളിയേക്കൂ? ഒരിക്കലും ഇല്ല. നമ്മളുടെ കോൺസെപ്റ്റേ ചേഞ്ചാണ്. കാരണം ഇന്ന് ദൈവങ്ങൾ ഈ ഡയമെൻഷനിൽ നിന്ന് പോയി കഴിഞ്ഞു. ഈ സത്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ ഗൃഹസ്ഥത്തിന് തന്നെ പ്രാധാന്യം നൽകുന്നത്. ഒരു വ്യക്തിക്ക് സാമാന്യ രീതിയിൽ ഉണ്ടാവുന്ന 4 പ്രശ്നമാണ്: മാനസികം, ശാരീരികം, സാമ്പത്തികം, ദാമ്പത്തികം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ദാമ്പത്തികമാണ്. ആദ്യം വേണ്ടത് പൈസയാണ്. ഒരു നല്ല മനസ്സുള്ള വ്യക്തിക്ക് നല്ല ശരീരം ഉണ്ടാവുള്ളൂ. നല്ല ഉടലുള്ള വ്യക്തിക്ക് മാത്രമേ ദാമ്പത്യം നന്നായിട്ട് പോകുള്ളൂ. വീട്ടിൽ ലക്ഷ്മി ഉണ്ടെങ്കിലേ കയ്യിൽ ലക്ഷ്മി വരുള്ളൂ. ഭാര്യ വഴിയിലൂടെയാണ് നമുക്ക് ധനം വന്നു ചേരുന്നത്. ധർമ്മപത്നി എന്ന് പറയുന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഏകഭർത്തൃധർമ്മമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പോൾ പതിവ്രതയായ ഭാര്യ, ധർമ്മപത്നി, അല്ലെങ്കിൽ ഭർത്തൃധർമ്മം, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ പെട്ടിട്ടുള്ള ചുമ്മാ ചേഷ്ടയ്ക്ക് പറയുന്ന വാക്കുകളല്ല. ഒരിക്കലും അല്ല. ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതെല്ലാം പാലിച്ച് ശീലിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ബ്രഹ്മലോകത്ത് പോവാം. ദൈവങ്ങളെ നേരിട്ട് കണ്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോരാം. അതിൽ ഏറ്റവും എനിക്ക് അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ അങ്ങയുടെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ശിഷ്യപ്പെട്ടിട്ടുമുണ്ട്, ശിഷ്യനും കൂടിയാണ്. അപ്പോൾ ഞാൻ അത് വളരെ അഭിമാനത്തോടെ പറയുന്നതിന് കാരണം,
ഞാൻ എത്രയോ പേരെ ഇത് കാണാനായിട്ട് അങ്ങയിലേക്ക് എത്താനായിട്ട് തന്നെ ശ്രമിച്ച് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, എത്രയോ കുഞ്ഞ് കുട്ടികളടക്കം എത്രയോ പേർക്ക് ഉണ്ടായ അനുഭവങ്ങൾ മറ്റ് സാധാരണയായിട്ടുള്ള ഒരു മാർഗത്തിലൂടെയും കിട്ടാത്ത അനുഭവങ്ങൾ. അതായത് സൂര്യ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുക, സൂര്യമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക, കൈലാസത്തിൽ പോവുക, അതുപോലെ ഭഗവാനുമായിട്ട് സംസാരിക്കുക, ഗണപതിയുമായിട്ട് സംസാരിക്കുക, ഗണപതിയുമായിട്ട് കളിക്കുക. ഇതൊക്കെ ഒരു കുഞ്ഞു മനസ്സുകളെന്ന് പറയുമ്പോൾ അതിൽ കള്ളമില്ല. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വേണമെങ്കിൽ ഓരോന്ന് ഉണ്ടാക്കിയൊക്കെ സംസാരിക്കും. കാരണം കുറച്ച് കിട്ടിയാൽ ബാക്കി ഒരു വലിയ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് കിട്ടിയാൽ അതിനെ എസ് എഴുതുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. കിട്ടുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, അതിനെ ഒരു എസ് ആക്കും. പക്ഷേ പിള്ളേരിൽ അങ്ങനെ ഇല്ല. അപ്പം കുട്ടികളിലേക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പിന്നെ എത്രയോ പേരുടെ മാരകമായ രോഗങ്ങൾ. നമുക്ക് ഏറ്റവും അതിശയമായി തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാരകമായ രോഗങ്ങളെന്ന് തന്നെ പറയാം. കാരണം നമ്മളെ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ട് എത്രയോ പേരുടെ രോഗം മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അത് തപോബലത്താൽ അങ്ങയുടെ ഇത്രയും കാലത്ത് തപോബലത്തിനൊപ്പം തന്നെ ആ ഒരു മാർഗത്തിലൂടെ അവരെ സഞ്ചരിപ്പിച്ച് അവരെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴും അവിടെ തന്നെ മെഡിറ്റേഷന് വേണ്ടി വരുന്ന ആൾക്കാർ, അവിടെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ മെഡിറ്റേഷൻ അവരവരുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ബാക്കി പല അടുത്തും പോകണമെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഗുരുമുഖത്തിൽ വന്ന് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുവിൻ്റെ അവിടെ നിന്നാൽ മാത്രമേ മെഡിറ്റേഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്ന അതൊന്നുമല്ല. കാരണം അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് കുടുംബസമേതം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. അത് എങ്ങനെയാണ് ഈസിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന്? ഇതിന് കുറച്ചൊന്ന് പിന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും പറയുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഭാഗത്ത് അങ്ങ് പറഞ്ഞു ശവക്കറിയെ പറ്റിയിട്ട്. അതെ, ഞാൻ ഈ വാക്ക് ശരിക്കും ഗുരുദേവൻ്റെ വാക്കുകളെ കടമെടുത്തതാണ്. ഗുരുദേവൻ വളരെ തീക്ഷ്ണമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ശവക്കറി കഴിക്കാൻ പാടില്ല. അവനവൻ ആത്മസുഖത്തിനായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അവരന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത്രേ ഗുരു പറഞ്ഞിട്ടുള്ളൂ. വലിയ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. അടിച്ചാ പൊട്ടാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് പറ്റിയേക്കണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ സമസ്ത സുഖിനോ ഭവന്തു എന്നായിട്ട് മാറി. ലോക സമസ്ത സുഖിനോ ഭവന്തു എടുത്ത് കളഞ്ഞു. ഇന്നത് അറിയില്ല ആർക്കും അതിൻ്റെ അർത്ഥം പോലും. മനുഷ്യ സമസ്ത സുഖിനോ ഭവന്തു. നമ്മളൊന്ന് ആലോചിക്കുക, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങൾക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ ആത്മസുഖത്തിനാണ് ജീവിക്കുന്നത്. ആ ജീവിയെ കൊല്ലുമ്പോൾ അതിനുണ്ടാവുന്ന ദുഃഖം എന്താണെന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു മനുഷ്യനായിട്ട് കാണുക. ഒരു കോഴിയോ ഒരു പോത്തിനെയോ ഒരു ആടിനെയോ നമ്മൾ ഒരു മൃഗമായിട്ടല്ല കാണേണ്ടത്, അത് നമ്മളെപ്പോലെ ഒരു ജീവിയായിട്ട് കാണുക. ഞാൻ അങ്ങയുടെ പഴയ എപ്പിസോഡിലെ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിനകത്തൊരു ആചാര്യൻ അല്ലെങ്കിൽ ഗുരു ഇരുന്ന് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മളൊന്ന് ചിന്തിച്ചാൽ എൻ്റെ കണ്ണിപ്പോഴേ നനയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനൊരു പ്രായമെത്തുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുന്ന അന്ന് മുതൽ ഇപ്പം എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അങ്ങ് വരും, അല്ലെങ്കിൽ അങ്ങയുടെ കുടുംബാംഗങ്ങൾ വരും, ശിഷ്യഗണങ്ങൾ വരും, ആരെങ്കിലും വരും. ഒരു പട്ടിക്കോ ഒരു പോത്തിനോ ഒരു പശുവിനോ ഒരു കാളയ്ക്കോ, വേണ്ട സിംഹത്തിന് പോലും ഒരു കാലിൽ മുള്ളുകൊണ്ടാൽ ഒരാളും എടുത്തു കൊടുക്കാൻ വരില്ല. ഇല്ല. അത് വയ്യാതെ കിടന്നാൽ അത് അവിടെ കിടന്ന് ഏതവസ്ഥയിൽപ്പെട്ടോ അവിടെ നിന്ന് അത് ജീർണിച്ച് അവിടെ കിടന്ന് മരിക്കുകയല്ലാണ്ട്, ദയനീയമായിട്ടുള്ളൊരു മരണമല്ലാതെ അതിനിവിടെ നിന്ന് മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥ വേറെ ഇല്ല. അത് ത്യാഗത്തിലൂടെ മാത്രം മോക്ഷത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇത് നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഒരു കാക്കയാവട്ടെ, പ്രാവാവട്ടെ, കോഴിയാവട്ടെ, ഏത് ജീവിയാവട്ടെ, അവരെ സംരക്ഷിക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾ മറ്റാരും ഇല്ല. ആ ജീവിക്കുന്നത് അവരെ ആസ്വദിച്ച് അങ്ങ് ജീവിച്ചു പോവാണ്. ചില വേട്ടയാടി തന്നെയായിരിക്കും, അവരൊന്നിനെ ഒന്ന് ഭക്ഷണമാക്കി ജീവിക്കുകയായിരിക്കും. പക്ഷെ അവർ ത്യാഗം എന്ന് പറയുന്നത് ഒരു സമയത്ത് അനുഭവിച്ചേ പറ്റുള്ളൂ. അന്ന് അവർ സന്യാസത്തിലേക്കാണ് പോണത്. അവരെവിടെ പോയി എങ്ങനെ മരിക്കുന്നു നമ്മൾ അറിയണില്ല. നമ്മുടെ വീട്ടിൽ വളരുന്ന പട്ടിക്കുട്ടികളെയോ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന പശുവിനെയോ നോക്കിയല്ല നമ്മൾ ആ ജീവിതം കാണേണ്ടത്. വനാന്തരങ്ങളിലേക്ക് ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സസ്യലതാദികൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
വനത്തിൽ നിൽക്കുന്ന സസ്യലതാദിക്ക് ആരാണ് ജലം ഒഴിച്ചു കൊടുക്കുന്നത്? അത് സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നു, ചന്ദ്രനിൽ നിന്ന് ഇമ്മ്യൂണിറ്റി സ്വീകരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന തുളസി നമ്മൾ നട്ടതാ, കാട്ടിൽ നിൽക്കുന്ന ആയുർവേദ സസ്യങ്ങൾ ആര് നട്ടതാ? അത് നട്ടതല്ല, പ്രപഞ്ചം തനിയെ സൃഷ്ടിക്കുകയാണ്. അതെ. അതിനീ പറയുന്ന ഇമ്മ്യൂണിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് കിട്ടുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും കിട്ടാത്തത്? നമ്മൾ ആരൊക്കെയോ ഫീഡ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ 200 വർഷം മുമ്പ് നമ്മളെ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഒരു ചില സംസ്കാരം കൂടി തന്നിട്ട് പോയി. നമ്മൾ അതിനെ കെട്ടിപ്പിടിച്ച ഇന്നവും പോണത്. നമ്മുടെ സംസ്കാരം അങ്ങ് താഴേക്ക് പോയി, പൊക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി ചെറുതാണോ? ഞാൻ കേട്ട് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, കൂടുതൽ അറിയില്ല. പക്ഷേ അങ്ങ് ഒരു കുടുംബം വരുമ്പോൾ അവരോട് ശവക്കറി കഴിക്കരുത്, നല്ല രീതിയിൽ ജീവിക്കണം, ഇങ്ങനെ പോയാൽ നിൻ്റെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാവും, ഇത് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ശ്രേഷ്ഠ ഭാഗമാണ്. അതെ. പക്ഷെ അത് കച്ചവടത്തിൻ്റെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ആളുകൾ കാണും, എന്തെങ്കിലും മേടിച്ച് ചെയ്ത് അങ്ങോട്ട് പോകും. ഇതിൽ നിന്ന് ഒരു പൂർണ്ണ പരിവർത്തനം ഉണ്ടാവാൻ സാധ്യതയില്ല. താൽക്കാലികമായിട്ട് ആളുകൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതെ. പക്ഷെ അങ്ങനെയും ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങേ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താണ് ഇതിന് ജനങ്ങളിലേക്ക് ഒരു പരിപൂർണ പരിവർത്തനത്തിനുള്ള മാർഗം? മനുഷ്യൻ്റെ ദുഷ്ടത, കുശുമ്പ്, അസൂയ, ആഗ്രഹം, ഇതൊന്നും ഒരിക്കലും തീരാൻ പോണില്ല. ഇല്ല. ഒരു കുടുംബം മുഴുവനായിട്ട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ത്യാഗം എന്ന് പറയുമ്പോൾ ഇന്ന് ത്യാഗത്തിന് ആർക്കാ സമയമുള്ളത്? ഇപ്പം ട്രിവാൻഡ്രത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കല്യാണം കഴിക്കുന്നതും ഡോക്ടർ, വീട്ടിലുള്ളതും ഡോക്ടർ, അപ്പുറത്തെ ഡോക്ടർ, ഇപ്പുറത്തെ ഡോക്ടർ, ഒക്കെ ഡോക്ടർ. ഒന്നും മനുഷ്യനല്ല. അല്ല. ഒരു വീടിന്റെ മതിലിൽ നോക്കിയാൽ മുഴുവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആണ്. ഇവർക്കൊന്നും മനുഷ്യരുമായിട്ട് ഒരു ബന്ധവുമില്ല. പണ്ട് ഡോക്ടർമാരെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ തൊഴുതു നിൽക്കുമായിരുന്നു, ഇല്ലേ? അങ്ങയുടെ അച്ഛൻ വൈദ്യനാണ്, എൻ്റെ മുത്തച്ഛൻ വൈദ്യനായിരുന്നു, എൻ്റെ വീട്ടിൽ 7 ഡോക്ടർമാരുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഒക്കെ മുന്നിൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ചേട്ടനൊക്കെ ഷട്ടിടാതെ ഇങ്ങനെ സ്റ്റെത്തും കഴുത്തിലിട്ടുകൊണ്ട് വന്ന് നിൽക്കും. ആ വാ തുറന്നേ, ആ ചിരിച്ചേ, കണ്ണു തുറന്നേ, ചെവി പിടിച്ചൊക്കെ വലിച്ചു നോക്കി എന്തെങ്കിലും ഒരു പാരസെറ്റമോളോ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അവർ സന്തോഷമായിട്ട് അങ്ങ് പോകാറുള്ളൂ. ഇന്ന് മാറി. വരണ വഴി കിഡ്നി രണ്ടും വർക്കിംഗ് ആണോ എന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് മെഷീനിൽ കൂടെ കയറ്റി മനസ്സിലാക്കി അറുത്ത് മുറിച്ച് കച്ചവടമാക്കുമൊക്കെ. ഇന്ന് ഡോക്ടർമാരില്ല, ഇന്ന് സ്പെയർ പാർട്സുകാരാണ്. എക്സാക്ട്ലി. ഓരോ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ സ്പെയർ പാർട്സുകാരുടെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, യൂറോളജിസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടല്ലാതെ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ബോർഡില്ല. വെറും MBBSകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം ഇന്ന് സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തിക്ക് പോലും പറ്റുന്നില്ല. അതാണ് ഡോക്ടർ ഇല്ല. അതുകൊണ്ട് മുഴുവൻ മെഷീനാണ് കണ്ടുപിടിക്കുന്നത്. ഈ സയൻസിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് സൂര്യലോകത്ത് പോണത്. അതെ, അതാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ചന്ദ്രമണ്ഡലത്തിൽ പോണത്. ഈ പ്രപഞ്ചത്തിലെ 14 ഡയമെൻഷനെ പറ്റി മനസ്സിലാക്കണത്. നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരങ്ങളെ പറ്റി പഠിച്ച് ഈ സൂക്ഷ്മ ശരീരത്തിന് ഇങ്ങനെ ട്രാവൽ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ സംസ്കാരത്തിൽ താഴേക്ക് പോണത്? എൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ രൂപമാറ്റത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ചോദിച്ചേടാ, നാണക്കേടാ, ഞങ്ങളൊക്കെ ഡോക്ടറല്ലേ, നീയൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ ആ രീതി മാറ്റാൻ തുടങ്ങി. കാരണം ഇവൻ പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന് മനസ്സിലായി. അവരൊന്നും എതിർപ്പില്ല, ഇല്ല. പക്ഷെ വലിയ തോളത്ത് കൈയിടില്ല. കാരണം നമ്മളൊരു ഗുരുവായിപ്പോയി, അവരവരുടെ പ്രൊഫഷനിൽ നിൽക്കുകയാണ്. ഇത് എനിക്ക് ഒരാളുടെ മുന്നിലേക്ക് പോകാനോ അവരിങ്ങോട്ടോ വരേണ്ട കാര്യമില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇത്രയും ഫെസിലിറ്റി സ്വീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ അതേപോലെ സ്വീകരിക്കാൻ പറ്റുന്ന എന്ത് ഫെസിലിറ്റിയാണ് ഉള്ളതെന്നാണ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരിക്കൽ മരുത്വാമലയിൽ വെച്ച് ഗുരുദേവനുമായിട്ട് കണ്ടുമുട്ടി. ഗുരുദേവൻ ക്ഷണിച്ചിട്ട് തന്നെയാണ് പോയത്. മരുത്വാമലയിൽ ചെന്ന് അവിടെ ഒരു പൗർണമി ദിവസം ചെല്ലാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബ്രഹ്മജ്ഞാനം കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടി ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ മരുത്വാമലയ്ക്ക് പോകുന്നത്. മരുത്വാമല ചെന്ന് പൗർണമി ദിവസത്തിനും 1.5 ദിവസം മുമ്പ് ഞാൻ അതിനകത്ത് കയറിക്കൂടി. ഗുരുദേവനും ഞങ്ങൾക്ക് 2 പേർക്കും തനിയെ ഒരു കാലചക്രത്തിനിരുന്ന് ഒരു 3.25 മണിക്കൂർ നേരം, നമ്മൾ പറയുമ്പോൾ 3.25 എന്ന് പറഞ്ഞാലും അത് ഒരു വലിയ കാലഘട്ടമാണത്. അതെ. ഗുരുദേവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മെയിൻ ഘടകം മുഴുവൻ അവിടെ വച്ച് ഭഗവാൻ എൻ്റെ അടുത്ത് ശബ്ദമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് ഒരു പ്രത്യേക അനുഭവ തലമാണ് അത് പറഞ്ഞു തന്നില്ല. എന്നിട്ട് ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞു, സൂര്യനെ നിന്റെ തൃക്കണ്ണിൽ കയറ്റുക എന്ന് പറഞ്ഞിട്ട് ഗുരു അപ്രത്യക്ഷമായി.
ഈ തൃക്കണ്ണിൽ സൂര്യനെ കയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, നമുക്ക് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന വാക്ക് പോലും അന്ന് പരിചയമില്ല. ഇത് കിട്ടിയത് സത്യമാണോ, അത് മറ്റുള്ളവരോട് പറയാവോ എന്ന് പോലും നമുക്കൊരു കോൺഫിഡൻസ് വരാത്ത സമയമാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ജ്ഞാനമാണെന്ന് എനിക്കറിയാം, പക്ഷെ സംസ്കൃത പാണ്ഡിത്യം എനിക്കില്ല. ഞാൻ പഠിച്ച ഫീൽഡോ ഞാൻ അതുവരെ വർക്ക് ചെയ്തതായിട്ട് ഒരു ബന്ധവുമില്ല. ആളുകളുടെ അടുത്ത് പോയി പറഞ്ഞ ആളുകൾ ഇങ്ങനെ നോക്കും. നിനക്ക്, ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ചേട്ടൻ്റെ അടുത്താണ്, ഞാനും ചേട്ടനോട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ചേട്ടൻ വണ്ടി ഓടിക്കുക. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം പറയാനുണ്ട്. ആ പറഞ്ഞോടാ. അതെന്താന്ന് വെച്ചാലേ, ശ്രീനാരായണ ഗുരു ഇല്ലേ, ഗുരുദേവന് കിട്ടിയ പോലത്തെ 1000 സൂര്യൻ ഉദിച്ചു എന്ന അനുഭവം എനിക്കുണ്ടാവും. ഒരൊറ്റ ബ്രേക്ക് ഔട്ടിൽ. നീ എന്നാ പറഞ്ഞേ? അല്ല, ഗുരുദേവൻ ഇങ്ങനെ കൃതികളിൽ പറഞ്ഞിട്ടില്ലേ 1000 സൂര്യൻ ഉദിച്ചു എന്ന പോലത്തെ ഒരു അനുഭവം. അതുപോലത്തെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. നിനക്ക്, ഞാനാ നിന്റെ ചേട്ടൻ, ആദ്യം കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് കിട്ടണത്, നിനക്കതൊന്നും ചുമ്മാ തോന്നണം, അതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പം എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ വിശ്വസിച്ചില്ലെങ്കിൽ ഇനി എൻ്റെ ഭൂമിയിൽ ആരും വിശ്വസിക്കില്ല. ഞാൻ തൽക്കാലം മിണ്ടണ്ടെന്ന് വെച്ചു. ഞാനതിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിട്ട് നടന്നു. ഇന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതെ, ഇന്നിപ്പോ കുടുംബക്കാരും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ ബ്രഹ്മജ്ഞാനി ആണ് എന്ന് വന്ന് പറഞ്ഞാലും ആണോ അല്ലയോ എന്ന് എനിക്കറിയാം. അതെ, തീർച്ചയായിട്ടും. ഇത് അളക്കാൻ പ്രത്യേകിച്ച് കോലൊന്നും വേണ്ട, എന്താണെന്നുള്ള എനിക്ക് മനസ്സിലായി അത്. അതെ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് അന്ന് ചെല്ലുമ്പോഴാണ് ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞത്, തൃക്കണ്ണിൽ സൂര്യനെ എടുക്കാൻ പറഞ്ഞു. ഈ തൃക്കണ്ണിൽ സൂര്യൻ എടുക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഒരു രൂപമില്ല, ഒരു നിഴൽ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. രൂപമില്ലാത്ത ഒരു രൂപം എന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ മരുത്വാമലയിൽ ഇങ്ങനെ ഒരു തൂക്കാനായിട്ടൊരു കല്ല് കിടപ്പുണ്ട്. അതിരാവിലെ തന്നെയാണ്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നപ്പോൾ സൂര്യൻ ഇങ്ങനെ താഴേന്ന് പൊങ്ങി വന്നുള്ളൂ. അപ്പം ഞാൻ അതിനിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയിട്ട്, കണ്ണടയ്ക്കണോ കണ്ണ് തുറന്നോണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എങ്ങനെ ഇരുന്നാലും ധ്യാനിക്കാനൊക്കെ നല്ല പരിചയം ഉണ്ട് ആ സമയത്ത്. എന്താണെന്ന് വെച്ചാൽ ഞാനത് നേടിയെടുത്തല്ലോ. കണ്ണടച്ചോ കണ്ണ് തുറന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കറുത്ത ഒരാൾ എൻ്റെ തോളത്ത് നിന്ന് തൊട്ടേച്ച് പറഞ്ഞു, കണ്ണ് തുറന്ന് നോക്കുക എന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് നോക്കുക എന്ന് പറയാല്ല, സൂര്യൻ പിന്നെ താഴെ നിങ്ങോട്ട് വന്ന് എൻ്റെ സ്പീഡ് കൂടുക. അത് ഇതിങ്ങനെ വന്ന് ഇത് ഇത്രയും അടുത്തേക്ക് എത്തിയപ്പോഴും കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്തല്ല അപ്രത്യക്ഷമായിപ്പോയി. അപ്പോഴേ ഞാൻ തിരിഞ്ഞു നോക്കി, എൻ്റെ അടുത്ത് ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നല്ലോ. നോക്കിയപ്പോൾ ആളില്ല, ആള് പോയി. ഇനിയിപ്പോൾ ആരോടാ ചോദിക്കണേ? ഞാൻ മരുത്വാമലയിൽ നിന്ന് താഴേക്ക് പോകുന്നു. ആ മുകളിൽ നിന്ന് താഴേക്ക് പോരുന്നത് വരെ, താഴെ എത്തണത് വരെ ഞാൻ റോട്ടിൽ താഴെയല്ല നോക്കി നടന്നത്, സൂര്യനെ ഇതിങ്ങനെ നോക്കി നടക്കാറ്. എങ്ങനെ താഴെ എത്തിയെന്ന് എനിക്കറിയില്ല. പ്രപഞ്ചം ഇതിങ്ങനെ കൈവെള്ളയെ കൊണ്ടു നടന്നു. അന്ന് മുതൽ അന്വേഷണമായിരുന്നു എങ്ങനെ സൂര്യനെ തൃക്കണ്ണിൽ കയറ്റാം. അങ്ങനെയാണ് സൂര്യനിലേക്ക് എത്തിച്ചേർന്നത്. അന്ന് പൗർണമി ദിവസമാണ് ചെന്നത്. അപ്പം എനിക്ക് തോന്നി ഈ ചന്ദ്രൻ എന്തോ പ്രാധാന്യമുണ്ടല്ലോ. അപ്പോഴാണ് എവിടെ നിന്നോ ഒരു അനുഭവം പോലെ വന്നേക്കാണ്, സൂര്യനും ചന്ദ്രനും അല്ലേ നമ്മുടെ തലയിലിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു സൂര്യനെ നിന്റെ തൃക്കണ്ണി കയറ്റാനാണ്. ഇത് ഓൾറെഡി സൂര്യൻ തലയിലിരിക്കുക, പിന്നെ എന്തിനാ ഇനി തൃക്കണ്ണി കയറ്റുന്നത്? അങ്ങനെയാണ് നമ്മൾ സൂര്യനും ചന്ദ്രനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നത് മെഡിക്കൽ സയൻസ് പറഞ്ഞ ക്രോസ് കണക്ഷൻ. അതെ, റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബോഡീനെയും ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബോഡീനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഡോക്ടറാണല്ലോ, ചേട്ടാ ഇതെന്താ ഇങ്ങനെ ഈ ക്രോസ് കണക്ഷൻ കൊടുത്തതാണ്? അത് ഞങ്ങൾ അങ്ങനെ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കും, ഇതിപ്പോൾ നീ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഉത്തരവില്ല. അപ്പം ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ധ്യാനത്തിൽ കൂടെ നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മളെ വിട്ടു പോകുമ്പോൾ, ഹനുമാൻ സ്വാമിയാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം, അത് നമ്മളെ വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ചുറ്റി പണഞ്ഞാ പോണത്. അപ്പോഴാണ് മനസ്സിലായി 8 ചിറ്റിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവൻ കിടക്കുന്നത്. അങ്ങനെ സൂര്യനും ചന്ദ്രനും കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ആവണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻഫിനിറ്റിയുടെ ബന്ധം എന്താണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കയറി വന്നത് ഖുറാനിലെ 786 ആണ്. ഖുറാനിലെ 786 എന്ന് പറയുന്നത് നമ്മളുടെ മൂലാധാരം മുതൽ സഹസ്രാര ചക്രം വരെ കിടക്കുന്ന 7 ചക്രങ്ങളെയും ഉണർത്താൻ പറ്റിയാൽ നമ്മുടെ 8 ചിറ്റി നമ്മളെ ഇൻഫിനിറ്റി ആവും, പ്രപഞ്ചവുമായിട്ട് കണക്ഷൻ എത്തും. അപ്പോൾ ചന്ദ്രഭാവത്തിൽ നിൽക്കണേ 6 രാശിയും നമ്മുടെ കൈപ്പിടിയിലേക്ക് വരും, പിന്നെ അവൻ രക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഖുറാൻ ഇതിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഖുറാൻ്റെ ആയിട്ടല്ല, എന്തിനൊക്കെയോ ആവശ്യത്തിന് വേണ്ടി എന്തൊക്കെയോ അവിടെ കേട്ടത് ഇവിടെ കേട്ടതൊക്കെ അവർ എഴുതി വെച്ചു. നമ്മൾ എല്ലാം കൂടി കോർത്തിണക്കി വന്നപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലായി. കാരണം ജ്യോതിശാസ്ത്രം മുഴുവൻ കൈയടക്കി വെച്ചിട്ടുണ്ട് ഈ നക്ഷത്രം മെഡിറ്റേഷനിൽ. അതെ, സൂര്യനും ചന്ദ്രനും ഇല്ലാണ്ട് ജ്യോതിശാസ്ത്രം ഉണ്ടോ? ജ്യോതിഷമില്ല. അപ്പോൾ ജ്യോതിശാസ്ത്രം തന്നെയാണ് ഞാൻ ഈ പറയണത്. അതെ, ജ്യോതിഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്.
അപ്പോൾ ഈ ജ്യോതിഷികളുടെ ശാസ്ത്രം നമ്മളിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു. അവൻ്റെ ദാമ്പത്യ ജീവിതം നന്നായി, അവൻ്റെ അസുഖങ്ങൾ മാറി, എല്ലാം മാറി. അവൻ്റെ പ്രശ്നങ്ങൾ മാറി. പിന്നെ വേണ്ടത് എനിക്ക് പരീക്ഷണമായിരുന്നു. ഞാനങ്ങോട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടം റിസർച്ച് തന്നെയാണ്. അതെ. ഈ ആളുകളെ വിളിച്ചു വരുത്തി അതിൻ്റെ മുകളിൽ സമയം കളയാനല്ല, ഇല്ല. ദൂരെ ഇരുന്ന് പഠിച്ചോട്ടെ. നമ്മളെ കാണാൻ വരേണ്ടിരുന്ന അത്ര എളുപ്പമല്ലേ, വെറുതെ ശല്യത്തിലില്ലല്ലോ. അവർ വന്നു, നമസ്കരിച്ചു, പിന്നെ അവരെ മൈൻഡ് ചെയ്തില്ല, ഇവരെ നോക്കിയില്ല, ഒന്നും വേണ്ട. കാലത്തെ 4:30 എല്ലാവരും സൂം ക്ലാസ്സിൽ കയറിക്കൊള്ളുക, അവിടെ ഇരുന്ന് കേട്ടുകൊള്ളുക. എല്ലാവരുടെ വീട്ടിൽ ലോകത്ത് എവിടെയാണെങ്കിലും സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ഉണ്ട്. അവരിരുന്ന് ചെയ്ത് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ അത് കൊണ്ട് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകളെല്ലാം ഇപ്പോഴും ഈ മാംസാഹാരങ്ങൾ ഉപേക്ഷിക്കാൻ അവർക്ക് തയ്യാറല്ല. കാരണം ആർക്കും അവരുടെ സുഖം, ചില സുഖത്തിൽ പെട്ട് കിടക്കുന്ന മനുഷ്യർ ചില സുഖങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. ഒന്ന് അത് ശരിക്കും മദ്യമാകാം, ലഹരി വലിയൊരു അടിമയാണ്, ആളുകളെ അടിമയാക്കുന്ന ഒന്നാണ് ലഹരി. മറ്റൊന്ന് അവരുടെ മറ്റൊരു ജീവിയെ കൊന്നു തിന്നുന്ന മാംസം. ഈ രണ്ട് ഇതിനും എതിരായിട്ട് അത് ഗുരു പലപ്പോഴും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കണ കണ്ടുണ്ട്. ഇത് രണ്ടും ഒഴിവാക്കാതെ അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവില്ല, 100% ഉറപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ആത്മജ്ഞാനത്തിന് വേണ്ടി തിരിയുമ്പോൾ ആൾക്ക് ഇതൊന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ വീണ്ടും ഗുരു പല ക്ലാസ്സുകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ ബില്ലിങ് ആകാതെ വന്നാലും ഇവരെ ബാക്കിലോട്ട് പിടിച്ചളയും. ഈ വയലോട്ട് പോകുന്നവനെ പിടിച്ച് വലിച്ചുകൊള്ളയും. കാരണം ആരുടെ? ഇവരുടെ കർമ്മഫലം, ഈ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ കർമ്മഫലം ഇവരെ തകർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ ആത്മജ്ഞാനത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാലും അവർക്ക് പോകാൻ പറ്റാതെ അവരെ കൂടെ ഉള്ളവരുടെ കർമ്മഫലം, അതായത് ഗൃഹശാസ്ത്രമിയായിട്ടുള്ള ഒരാളുടെ കുടുംബഫലം അവരെ തകർത്തുകൊണ്ടിരിക്കും. ഇതിന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? എന്നെക്കാൾ നന്നായിട്ട് അങ്ങേക്ക് അറിഞ്ഞൂടെ? അല്ല, ഞാൻ അനേകം ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട്, കാരണം ഞാൻ കുടുംബ കാര്യങ്ങൾ നോക്കി പോകുന്ന ആളാണെങ്കിൽ പോലും ഒരു കുടുംബത്തിൽ ഉദാഹരണം 2 മക്കളും അച്ഛനും അമ്മയും, ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയാണുള്ളത്. ഈ 4 പേര്, ബാക്കി അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ പോട്ട്, ഈ 4 പേര് താമസിക്കുന്ന വീട്ടിൽ തന്നെ അച്ഛൻ ഒരു ആത്മജ്ഞാനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അമ്മ വില്ലിങ്ങല്ല. അമ്മയെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ മക്കൾ തിരിഞ്ഞു നിന്നളയും, മക്കൾക്ക് ശവക്കറി കൂട്ടിയേ തീരുള്ളൂ. ഈ പോകുന്ന സമയത്ത് ഈ പാവപ്പെട്ട അച്ഛന് എനിക്കെങ്കിലും ഒന്ന് ആത്മജ്ഞാനം വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇവർ 3 പേരും വില്ലിങ് അല്ല. ചിലപ്പോൾ ഈ 2 മക്കളും അമ്മയും കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ ചുമ്മാ ആളെ പറ്റിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ആളിനെയും കൂടി കളിയാക്കി കൊണ്ടുപോകുന്ന ഒരു കാലയളവിലേക്ക് പോകുന്നുണ്ട് പല വീടുകളിലും. അങ്ങനെ വരുന്ന ഈ ഒരാളിനെ അപ്പോൾ ഗുരു പല ക്ലാസ്സുകളിലും പലരും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെയും കൂടി ശരിയാക്കി കൊണ്ടുപോകാം, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്ക് പോകും. കാരണം അവന് ഒരു ആശ്രയം ഇല്ലാതെ അവന് എങ്ങനെയെങ്കിലും കരകയറണമെന്നുണ്ട്, പക്ഷെ അവൻ ഇത് പെട്ട് കിടക്കുകയാണ്, ഈ ചെളിക്കൂട്ടിൽ പെട്ട് കിടക്കുകയാണ്. അവനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്ന് പിന്നോട്ട് ചിന്തിക്കുക. എനിക്ക് 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു. അന്ന് ഞാൻ കെട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് അമേരിക്കയിൽ എൻ്റെ ഭാര്യയുടെ കൂടെ പബ്ബിലിരുന്നേനെ, അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ച പോലെ ഞാനും ഉപേക്ഷിച്ച് ഒരിടത്ത് പോയേനെ. ഇനി 27ാമത്തെ വയസ്സിൽ എനിക്ക് കല്യാണം കഴിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു. അന്ന് എന്നെ സ്നേഹിച്ച പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഞാനൊരു 6-7 കപ്പലിൻ്റെ മുതലാളിയായിരുന്നു. അതിന് ഒരു ദിവസം തീറ്റി പോരണമെങ്കിൽ എനിക്ക് ഒരു കപ്പലിൻ്റെ വരുമാനം മുഴുവൻ വേണ്ടിയിരുന്നേനെ. എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടൂല. ഞാൻ വിവാഹമേ വേണ്ട എന്ന് വിചാരിച്ചു. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ജീവിതത്തിൽ മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റും, എനിക്ക് വേണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല. പക്ഷെ ഒന്നും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഞാൻ ശവക്കറി കഴിച്ചിട്ടുണ്ട്, ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ദാമ്പത്യ ജീവിതം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അധർമ്മത്തിൽ കൂടെ പോകാൻ ഇഷ്ടമില്ല. കാരണം ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടം തോന്നും, അട്രാക്ഷൻ തോന്നും. അതെ, സ്ത്രീകളെ മോഹിക്കാത്ത ഒരു പുരുഷനും ഭൂമിയിലില്ല. കാണില്ല. മോഹിച്ചു അടുത്ത് കഴിയുമ്പോൾ മനസ്സിൽ തോന്നുന്നത് എന്താ അറിയോ? ഇത് ആരുടെയെങ്കിലും മകളല്ലേ? അതെ, ഇത് ആരുടെയെങ്കിലും സഹോദരിയല്ലേ? ഉള്ളിൽ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു തെറ്റ് ചെയ്യുകയാണോ
അത് നമ്മൾ തെറ്റിലേക്കാണോ പോണത്, ചെയ്യാൻ പാടില്ല. ഉള്ളിൽ നിന്ന് ഞാൻ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പിൻവലിയാണ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്തിരി അതിശയോക്തിയാണ്. 100%. ദൈവാധീനമുള്ളത് കൊണ്ട് നമ്മളെ തെറ്റ് ചെയ്യാതെ ഒരു അബദ്ധത്തിലും പെടാതെ നമ്മളിങ്ങനെ പ്രപഞ്ചം കൊണ്ടുപോവുകയാണ്. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യണതല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഞാൻ പോലും കാണാത്ത, എന്നെ പരിചയമില്ലാത്ത, എവിടെയോ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിയെ ഒരു ജാതകം കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുന്നു. ആ ജാതകം ഞാൻ കൊണ്ടുപോയി ബോംബെയിൽ താമസിക്കുമ്പോൾ ഒരു ജോസിനെ കൊണ്ട് കാണിക്കണം. അവർ പറയാണ്, ഇത് നിങ്ങളുടെ പൂർവ്വകാല ഭാര്യയായിരുന്നു, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ തന്നെ കെട്ടിക്കോ, നിങ്ങളുടെ ജന്മം മാറി മറിഞ്ഞും, മാത്രമല്ല നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരിക്കും ഭർത്താവ് സ്ഥാനമല്ല, നിങ്ങൾക്ക് അവരുടെ ഗുരുസ്ഥാനത്താണ് നിൽക്കണമെന്ന്. അതെ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇറ്റ് സൗണ്ടിങ് ലൈക്ക് എ ഏലിയൻ, വാസ് നോട്ട് ഫീലിംഗ് ലൈക്ക് ഒരു വലിയ മാജിക് പോലും തോന്നണല്ല. അതെ. കേട്ടുപൊക്കതോ കൊള്ളാലോ, കൊള്ളാം, ഗുരു ഗുരു, ആഹാ ഇങ്ങനെയൊക്കെ ഉള്ളിലൊരു സന്തോഷമൊക്കെ ഉണ്ട്. എന്നാൽ ശരി, എന്നാൽ ഇവിടെ തന്നെ ആവാം നമ്മുടെ ഭാര്യ. പിന്നെ എനിക്ക് ആളെ കാണണം എന്നല്ല തോന്നിയത്, കല്യാണം കഴിക്കാന്നുള്ളതാണ്. ഇത് എന്റെ ഭാഗ്യമാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇനി ആളെ കാണേണ്ടത്? പിന്നെ ഇനി കണ്ട് സൗന്ദര്യമുണ്ടോ, ആ മൊട്ടത്തലയാണോ, മുടി എത്ര നീളമുണ്ട്, സ്വർണ്ണം എത്രയുണ്ട്, സ്ത്രീധനമാണ്, ഒന്നുമല്ല. ഉള്ളിൽ അപ്പം തന്നെ പ്രപഞ്ചം ഇങ്ങനെയാണ് ഹുക്ക് ഇട്ട് വെച്ചേക്കാണ്, വിവാഹം നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഭാര്യ എന്ന് മനസ്സിൽ തീരുമാനിച്ചു. നേരെ തിരിച്ചു വിളിക്കുകയാണ്. അവരുടെ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു മോളോട് സംസാരിക്കാൻ പറഞ്ഞു. ബോംബെ എന്നുള്ള പയ്യനല്ലേ. അച്ഛൻ മോളുടെ കൈ കൊടുക്കുന്നു. ഞാൻ നേരെ പറയാണ്, എനിക്ക് ജാതകം നോക്കി ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ വീട്ടുകാർക്ക് താല്പര്യമുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു വിഷമമില്ല. ഇങ്ങനെ ഒരാൾ പറയൂ? പെണ്ണ് കാണാൻ ചെല്ലുന്നു പറയില്ല, ഒന്നുമില്ല. അപ്പോൾ അവളുടെ അച്ഛനെ അവിടെ നിന്ന്, പെൺകുട്ടിയുടെ, എൻ്റെ ധർമ്മപത്നിയുടെ അച്ഛനെ അവിടെ നിന്ന് പറയാണ്, അവരൊന്നും കാണണ്ടേ, വീട്ടുകാരറിയണ്ടേ. ശരി, ആയിക്കോട്ടെ. അച്ഛൻ പറഞ്ഞത് മോള് തിരിച്ചു പറഞ്ഞു. ഇങ്ങനെ സംസാരം പോയി. എൻ്റെ വല്യച്ഛനും എൻ്റെ അനിയനോടും പോയി കണ്ടു. അവരും പറഞ്ഞു കൊള്ളാന്ന്. 10-ാം ദിവസം ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ, പിന്നോട്ട് പിടിച്ചു വലിക്കണം ആരാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. ഇവിടെ എന്നെ പ്രപഞ്ചമാണ് നയിച്ചത് ഇല്ലേ? അതെ. ഇനി ഞാൻ ബോംബെ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ജീവിച്ചത്. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സിറ്റി. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ, ഫിലിം ഡയറക്ടർ. ചുറ്റും പുറം ലിപ്സ്റ്റിക്കും അതെ മോസ്റ്റ് മോഡേൺ പിള്ളേരുമാണ്. എങ്ങനെ വേണമെങ്കിലും കുത്തഴിഞ്ഞ് ജീവിക്കാറുന്നില്ലേ? പക്ഷേ എന്നെ പ്രപഞ്ചം എവിടെയോ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാൻ മുമ്പേ കൊണ്ടുപോയിട്ടതാ. ഒരു പ്രാവശ്യം പോലും അനാവശ്യമായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. നിർഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല. അത് എൻ്റെ കഴിവല്ല, എൻ്റെ മുൻകാല ജന്മത്തിൻ്റെ ഭാഗ്യമാണ്. അപ്പൊ എൻ്റെ പൂർവ്വകാല ജന്മം എന്താണെന്ന് ഞാൻ ധ്യാനത്തിൽ, എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയ ശേഷം എനിക്കറിയാവുള്ളൂ. അതിനു മുമ്പ് ഞാൻ എൻ്റെ പൂർവ്വകാലം അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങേ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ അറിഞ്ഞേനെ. പക്ഷേ എന്നോട് പറയുന്നവരൊക്കെ നിങ്ങൾ ഭാഗ്യവാനാണ്, കോടാനുകോടിയിൽ ഒരാൾക്കുള്ള. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ അംബാനിയാവും. കോടാനുകോടിയിൽ ഒരാൾക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അംബാനി, അല്ലെങ്കിൽ അംബാനിയുടെ അപ്പുറമുള്ള എലൺ മസ്ക്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുള്ളൂ. ഇത് ഞാൻ എത്ര പിടിച്ചിട്ടും എലൺ മസ്ക് ഒന്നും ആവാനുള്ള ഒരു സാധ്യത തോന്നണില്ല. കാരണം 10 കോടി 20 കോടി ഒന്നും ഉണ്ടായി എലൺ മസ്ക് ആവാൻ പറ്റില്ല. അത് 2000 5000 കോടിയിലോ കടക്കണം. ഇത് ഇത്രയും കാലം മുക്കറിട്ടിട്ടും ഇത്രയൊക്കെയാ പറ്റണുള്ളൂ. ഇത് എവിടെ ഇട്ട് എലൺ മസ്ക് ആവാൻ? ഇങ്ങനെ ഒരാഗ്രഹം കയറുമ്പോൾ ഒരു മൂച്ചിന് കയറും, വീണ്ടും അവിടെ ഒരു 10 സ്റ്റെപ്പ് കയറിയിട്ട് നിൽക്കുന്ന പോലെയാണ്. പിന്നെ ചിന്തിക്കും, അതല്ല വേറെ എന്തോ ഉണ്ട്, എവിടെയോ ഒരു സാധനം നമ്മൾ പിന്നോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതാണ് ഈ ആത്മീയത. പക്ഷെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയല്ല പോണത്. ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന എത്രയോ ഫാമിലി പറയാറുണ്ടെന്ന് പറയാം, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ ഗുരുജി, അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടതെന്ന്. എന്താണ് അടിച്ചു പൊളിക്കല്? ഓരോ ജീവിനെ കൊല്ലല, കള്ളുപിടിക്കലും ജീവികളെ കൊല്ലലുമാണ്. ഒരു കല്യാണം കഴിച്ചു എന്നിട്ട് വേറെ സ്ത്രീകളുടെ പിന്നാലെ പോവാ. ഇവരുടെ ദുഃഖം എന്താണെന്ന് അവരറിയണ്ടോ? അവരുടെ ദുഃഖം എന്താണെന്ന് ഇവരറിയണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമുക്ക് പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഭഗവാനെ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ ധരിക്കുന്ന ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ ദൈവം അവിടെ നമ്മളെ കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇല്ല. ദൈവങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജയിപ്പിച്ചു വിട്ട MLA നമുക്കൊന്ന് പോയി കാണാൻ പറ്റുമോ? ഇപ്പം വലിയ പാടാണ്, ഒരിക്കലും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓട്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ പറ്റൂല്ലോ. ഇനി വേണ്ട, നമ്മൾ വീട്ടിൽ കിടന്ന് ഒരാൾ നമ്മളെ കുത്തിക്കൊല്ലാൻ വന്നു, നമ്മൾ കിടന്ന് കട്ടയിട്ട് കരഞ്ഞാലും പോലീസ് അവനെ പിടിക്കാൻ വേണ്ടി വീട്ടിൽ വരുമോ? വരില്ല. എന്നിട്ട് നമ്മൾ പോലീസിന് കൊണ്ട് കൈമടക്ക് കൊടുത്താലേ കേസ് അന്വേഷിക്കാൻ വരുള്ളൂ, ഇല്ലേ? അതെ.
ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ 50 രൂപയുടെ ചീട്ടെടുത്ത് ഒരു നമ്മുടെ ഗണപതിയുടെ മഠ നടക്കി വെച്ച് പറയും, ഗണപതിയെ എൻ്റെ 1.5 കോടി രൂപയുടെ സ്വത്തൊന്ന് ശരിയാക്കി തന്നെ എന്ന് പറയും. ഇത് കേൾക്കാനിരിക്കുക ദൈവം. അപ്പം നമ്മൾ ബ്രൈബ് കൊടുത്ത് ശീലിച്ചു കഴിഞ്ഞു, ഇതിപ്പോഴും നടക്കുക. അതില് പിന്നെ അതിനേക്കാളും രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗണപതിക്ക് ഒരു 101 തേങ്ങ അടിക്കാം എന്ന് നേർന്നു. എൻ്റെ ഈ കാര്യം നടക്കുകയാണെങ്കിൽ 101 തേങ്ങ അടിക്കാം എന്ന് നേർന്നു. ഭാഗ്യവശാൽ ആ കാര്യം നടന്നു. നടന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ എന്ത് ചെയ്യും, ഗണപതിക്ക് ഇപ്പൊ എന്തിനു 101 തേങ്ങ, ഗണപതിക്ക് ഒരു 50 തേങ്ങ ഇപ്പൊ കൊടുക്കാം, ബാക്കി 51 തേങ്ങ പിന്നീട് അങ്ങനെ കളി. മനസ്സിലായില്ലേ? ഇതാണ് ദൈവത്തിന്റെ ആളുകളുള്ള നേർച്ചയുടെ ഭാഗം. ഇത് ദൈവത്തിന് പറ്റിപ്പാണ്. മൊത്തം പേരും പറ്റിച്ച്. അല്ല, രസം കേക്ക്, നമുക്ക് ഇവിടുന്ന് ദുബായിക്ക് ഒന്ന് പോണെങ്കിൽ പാസ്പോർട്ട് വേണം, വിസ വേണം, ടിക്കറ്റ് വേണം. ഇവിടെ ദൈവത്തിനെ കാണാൻ പോകാൻ കുനിഷ്ടും കുന്നായ്മ ഒന്നും നിർത്തൂല, കുളിക്ക് പോലും മാന്യമായിട്ട് ചെയ്യില്ല. ഇങ്ങനെ പറ്റിപ്പും ചതിയും വഞ്ചനയായിട്ട് ചെല്ലുന്നവൻ ഗണപതിയുടെ അടുത്ത് 101 തേങ്ങ അടിച്ച് ദൈവത്തിനെ കാണാൻ പറ്റുമെങ്കിൽ പിന്നെ ദൈവം പൊട്ടനാന്ന് പറഞ്ഞു. നമ്മുടെ ദൈവങ്ങളൊന്നും അങ്ങനെ പൊട്ടനൊന്നുമല്ല. ദൈവമൊക്കെ ഈ ഡയമെൻഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഡോർ അടച്ചിട്ട് ഇരിക്കുക. നമ്മൾ തല തല്ലി ചാവുക എന്ന് പറഞ്ഞാലും തിരിഞ്ഞു നോക്കൂല. കാരണം ഞാൻ ഈ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിയ വഴി എനിക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആസനത്തിലൂടെ കമ്പി കയറ്റിയിട്ട് തന്തൂരി ചിക്കൻ പൊരിക്കണല്ലേ, അതുപോലെ പൊരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രക്കിട്ട് കഷ്ടപ്പെടുത്തും. നട്ടെല്ലിന് വേര് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടാ തന്നത്. ഇവിടെ പലരും പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ പഴവങ്ങാടി ഭഗവതി എന്നൊരു ലൈറ്റ് ഇങ്ങനെ വന്നേച്ച് എൻ്റെ ഇവിടെ അങ്ങോട്ട് തെളിഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനം ഇങ്ങോട്ട് വന്നു. ഒന്നുമില്ല, ചുമ്മാ കഥയാ. അത് ഗ്രന്ഥങ്ങളിലെല്ലാം ഇപ്പൊ ഉദാഹരണം തന്നെ ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ആ വഴി വളരെ ഞെരുക്കം ഇടുക്കം, അതുവഴി ആര് കടന്നിടും, ഒട്ടകത്തെ സൂചി കോളിലൂടെ കയറ്റുന്ന പാടുണ്ടെന്നാണ് ദൈവത്തിന്റെ അടുത്ത്. വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഭാഗ്യം, കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ദൈവം ഒട്ടകത്തെ സൂചി കോളിലൂടെ കയറ്റുന്ന പാടുണ്ടെന്നാണ്. അല്ലാതെ ഈസി ആയിട്ട് വാളിക്കയറി ചെല്ലാൻ പറ്റുന്ന വഴിയല്ല ഈശ്വര വഴി. അങ്ങ് ഇത്രയും സിമ്പിളായിട്ട്, ഞാൻ വീണ്ടും ആ പഴയ കാര്യത്തിലേക്ക് തന്നെ വരെയാണ്. ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഈ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്ന് കൂടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഞാനത് പറഞ്ഞു കൊടുത്താൽ ഒരാൾക്കും കിട്ടൂല. കാരണം എന്താന്ന് പറയാം, ഇതിനൊരു വഴിയുണ്ട്, ഒരു പക്വത വേണ്ടേ. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുബായിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കള്ളവണ്ടി കയറി പോണതാ എന്നും ഒളിച്ചടക്കും. കള്ളവണ്ടി കയറി പോകാൻ പറ്റില്ല, പിടിക്കും. അല്ലേ, സിനിമ കണ്ടിട്ടില്ലേ ഉരു കയറി പോണതൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം അതിനൊരു പക്വത തയ്യാറാക്കിയെടുക്കണം. കിട്ടുന്നത് നിർഭാഗ്യമായി പോകരുത്, അവന് കിട്ടുന്നത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റണം. അതെ. അപ്പൊ അവന് 10 ദിവസം എന്താ ചെയ്യേണ്ടത്, വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് ഒരു ഗുരുസന്നിധിയിൽ എങ്ങനെ ഗുരുവിനോട് പെരുമാറണമെന്ന് കണ്ടു മനസ്സിലാക്കണം. അപ്പോൾ അവന് ഒരല്പം ത്യാഗവും ക്ഷമയൊക്കെ വരും. അങ്ങനെ ഒരു 10 ദിവസം അവൻ ക്ലാസ്സൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും അവന് പാസ്പോർട്ട് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ വിസയ്ക്ക് അപേക്ഷിക്കും. എലിജിബിൾ ആണെന്ന് തോന്നുമ്പോൾ ഞാൻ വിസ കൊടുക്കും. ആ വിസയ്ക്കൊപ്പം ഞാൻ ടിക്കറ്റും കൊടുത്തിട്ടുണ്ടാവും. അവൻ ഇരുന്നോ റെഡിയാണോ സൂര്യലോകത്ത് പോകും. അല്ലെങ്കിൽ ഈ പറയുന്ന ഗണപതി ഭഗവാന്റെ അടുത്ത് പോയി സദ്യ കൊണ്ടിട്ട് പോരാ, പാർവതി ദേവി ഭക്ഷണം വിളമ്പി കൊടുക്കും. ഈ സകല ദൈവങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം തീരും. ഗണപതി ഒന്നും മിത്തല്ല, എല്ലാം സത്യമാണ്. എല്ലാം ഈ പറഞ്ഞത് എല്ലാം സത്യം. സകല ദൈവങ്ങളും 30 മുക്കോടി ദൈവങ്ങളും സത്യമാണ്. ഇനി വേറൊന്ന്, ആളുകൾ വിചാരിക്കും എന്തിനാ ഇത്രയും ദൈവം എന്ന്. ഈ സെക്രട്ടേറിയറ്റിലേക്ക് പോയി എന്തോരം ജീവനക്കാരാ. അതെ, അല്ലെങ്കിൽ ഒരു മന്ത്രി പോരി. എന്തിനു ഒറ്റ മന്ത്രി പോരെ. ഓരോ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഷോപ്പിൽ ഒരു മരുന്ന് പോരി. അതെ, ഈ മെഡിക്കൽ ഷോപ്പ് മരുന്ന് കടയിൽ വെച്ചിട്ട് ഇതിനകത്ത് നിറച്ച് മരുന്ന് വെക്കാൻ ആവശ്യം. ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് അതാണ് ദൈവത്തിനെ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ഓരോ നമുക്ക് നമ്മുടെ ഭഗവാനെ അപ്രോച്ച് ചെയ്യണ എങ്ങനെയാന്ന് പോലും അറിയില്ല. വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയും ചെയ്ത്. ചേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ മഹാഭാഗ്യമുണ്ട്. കാരണം ചേട്ടന്റെ കഥ ഞാൻ ചേട്ടനിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞാണ്. ഒരു ഗുരുവിന്റെ സന്നിധി പോയി ചാക്കിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് ശിഷ്യനാ ഉള്ളത് പറ. ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, ആരും കിടക്കാൻ പറ്റില്ല. ചാണകത്തറയില് ഒരു ജീവിതം മുഴുവൻ ഗുരുവിന്റെ കൂടെ ശിഷ്യനായിട്ട് അവിടെ താമസിച്ചതിന്റെ ആ ഗുരു തത്വത്തിലൂടെ ജീവിച്ചിട്ടാണ് ഈ അനുഗ്രഹം കിട്ടിയത്. 100%. അല്ലാതെ വെറുതെ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ട് ജോത്സ്യം എവിടെ ബുക്ക് വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടാൻ. ഒരു ബുക്ക് വായിച്ച ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് എങ്ങും ഒപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മസ്തകജ്ഞാനം വരും. മസ്തകജ്ഞാനം അനുഭവിക്കണം മാത്രമേ കിട്ടുള്ളൂ. അത് ഗുരുവിനെ കിട്ടുള്ളൂ. അതാണ് മസ്തകജ്ഞാനത്തിന്റെ പ്രത്യേകത. ഗുരു തത്വത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് ലോകം മറന്നുപോയ കാര്യം എന്താന്ന് വെച്ചാൽ
നമുക്ക് നേരിട്ട് ദൈവത്തിനെ കാണാമെന്ന് ഓർത്തിട്ടായിരിക്കണത്. സത്യം. ദൈവഭാഷ നമുക്കറിയില്ല, ഇല്ല. ദൈവത്തിനെ എങ്ങനെ കാണാമെന്ന് നമുക്കറിയില്ല. ഇത് വഴി കാണിച്ചു തന്ന നമ്മുടെ ഗുരു പരമ്പരയാണ്. അതെ. ആർഷഭാരത സംസ്കാരം എന്നാണ് പറയണത് അല്ലെ. ഋഷി പരമ്പരയുടെ സംസ്കാരമാണ് നമുക്കുള്ളത്. അതെ. ഋഷി പരമ്പരയാണ് ദൈവം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മളെ പരിചയപ്പെടുത്തിയത്. ഇന്ന് ഋഷിമാരെ വെട്ടി മാറ്റിക്കൊണ്ട് നേരിട്ട് PA ഇല്ലാണ്ട് മന്ത്രിയെ കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റില്ല. അത് അവരുടെ ഒരു രീതിയാണ്, ആ മെത്തേഡ് അത് തന്നെ എപ്പോഴും. ഗുരു പരമ്പരയുടെ സഹായത്തോടു കൂടി മാത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഗുരുവിനെ നിങ്ങൾ പിടിച്ചോ, ആ ഗുരു കാണിച്ചു തരുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് ദൈവം. പക്ഷേ ചില ഗുരുക്കന്മാർ വിചാരിക്കും ഇവനെ ഇപ്പൊ കാണിക്കണ്ടാവും. അതെ, സത്യം. കാണിക്കില്ല. നിങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ട്, ജീവനോട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ആര് വന്നാലും എനിക്ക് അങ്ങനെ വലിയ ജാടയൊന്നുമില്ല, പോരെ മക്കളെ കാണിച്ചു തരാന്ന് പറയും. നമ്മൾ സിമ്പിൾ മെത്തേഡാ. പിന്നെ അവന് നന്നാവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബം മുഴുവൻ പറയണം. ഇവിടെയാണ് നമ്മളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അത്ര നല്ലവനൊന്നും അല്ല. അവൻ ഭാര്യയെ പറ്റിക്കും, മക്കളെയും പറ്റിക്കും, പറ്റുമെങ്കിൽ അച്ഛനെയും അമ്മേനെയും പറ്റിക്കും, സഹോദരനെയും പറ്റിക്കും. പിന്നെ ഈ പറ്റിപ്പൊക്കെ നിർത്തിയാലേ അവൻ നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാളെ ഞാൻ നന്നാക്കി വിട്ടിട്ട് പിന്നെ അവൻ ചീത്തയാവാനാണെങ്കിൽ പിന്നെ അവൻ നന്നാക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ഫോർമുല അങ്ങനെയാണ്, ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഈ 3 നമ്പറുള്ള പെട്ടി കണ്ടിട്ടില്ലേ? അതെ. അതിന്റെ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ തുറക്കാൻ പറ്റില്ല. 2 നമ്പർ കറക്റ്റ് ആയാലും അത് ഓപ്പൺ ആവില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിലേക്ക് ഞാനൊരു കള്ളനെ പിടിച്ചുകൊണ്ടെന്ന് ഇരുത്തി കഴിഞ്ഞാൽ ദൈവം എന്റെ തലയ്ക്ക് അടി വെച്ച് തരില്ലേ? 100%. നിനക്ക് ഞാൻ അനുഭവിക്കാൻ തോന്നും, നീ എന്തിനാ ഈ കള്ളനെ പിടിച്ചുകൊണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ കുടുംബമൊക്കെ ഒന്നായി നല്ല രീതിയിലുള്ളവൻ വന്നാൽ മതി, അവൻ അനുഭവിച്ചാൽ മതി. എനിക്കിത് കച്ചവടമാക്കാൻ ഒരു നിർബന്ധമില്ല. നല്ലൊരു ആദർശമാണ്. കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും സിമ്പിൾ വഴി, എല്ലാവർക്കും ഈസി ആയിട്ട് ആത്മജ്ഞാനം ഉണ്ടാവണം, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണം. ഇനി മനുഷ്യന്റെ രീതി ആലോചിച്ച് നോക്ക്. വീട്ടിലൊരു കല്യാണം, ഒരു കൊച്ചിന്റെ പിറന്നാള്, ഓണം, വിഷു, എന്ത് മണ്ണാങ്കട്ട ഉണ്ടാവട്ടെ, ആരെങ്കിലും കൊന്നില്ലെങ്കിൽ സമാധാനം. ഏതെങ്കിലും പാവപ്പെട്ട ജീവികളെ കൊന്നില്ലെങ്കിൽ സന്തോഷം വരില്ല. ഇങ്ങനെയുള്ളവന് ദൈവം കാണുമോ? ഒരിക്കലും കാണൂല. ഇനി അടുത്തത്, കാട്ടിലെ കോഴിയെ കൊല്ലാം, നാട്ടിലെ കോഴിയെ കൊന്നുകൂടാം. ഇത് ആരുടെ നിയമം? അതാണ് ഇതാണോ പ്രാപഞ്ചിക നിയമം? ഇതാണ് പ്രകൃതി ഇപ്പോഴത്തെ നിയമം. ഇതാണ് ഇവിടുത്തെ നിയമം. ഇത് ആരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് സ്വയം നശിക്കുക. കാട്ടിലെ കോഴിയെ കൊന്ന അകത്താവും, കാട്ടിലെ മാനിനെ തിന്ന അകത്താവും, കാട്ടിലെ പോത്തിനെ തിന്ന അകത്താവും. തൊട്ട വിവരം അറിയും. അതെ. നാട്ടിലെ പോത്തിനെ ആക്ക് വേണോ കൊല്ലാം, ഒരു കുഴപ്പമില്ല. ഇത് യാതൊരു സാധനത്തിനെ തിന്നാം, പരസ്യമായിട്ട് കൊണ്ട് വെട്ടി തിന്നാം, പരസ്യമായിട്ട് കാണിക്കാം, അതിനെ കൊടപിടിക്കാനായിട്ട്. ഇവിടെയാണ് നമ്മുടെ റിസർച്ചിന്റെ പ്രാധാന്യം കിടക്കുന്നത്. കാരണം ഈ പോത്തിനെ തിന്ന് 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 മനുഷ്യന്റെ ജീവിതത്തിൽ പോത്തിന്റെ സ്വഭാവം വന്നു തുടങ്ങി. അത് വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ നിൽക്കണ ഒരു പുളിയുടെ അടുത്തുകൊണ്ട് ഒരു മാവ് വെക്കുക, ഒരു 7 ജന്മം കഴിഞ്ഞാലും പുളിയുടെ സ്വഭാവം മാവിന് വരും. ഒരിക്കലും വരില്ല. മാവ് മാവായിട്ടും വളരുള്ളൂ, പുളിയായിട്ടും. എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഒരു കൊച്ചിനെ ഒരു നല്ലവന്റെ കൂടെ ഒരു 10 ദിവസം വിട്, ഒരു ചീത്തവന്റെ കൂടെ 10 ദിവസം വേണ്ട, ഒരു ദിവസം വിട്, സകല ചീത്ത സ്വഭാവം പഠിച്ചിട്ട് വരും. നല്ലതൊന്നും വേണ്ട, ആർക്കും വേണ്ട. സത്യം. ഇവിടത്തെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത് ഈ പറയുന്ന വൈകൃതം പിടിച്ച മതസംസ്കാരവും രാഷ്ട്രീയമാണ്. ഇത് രണ്ടും ക്യാൻസറാണ്. സത്യം. ഇത് നാടിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കണതാണ്. ആത്മീയത ഇല്ലാത്ത ഒരു വ്യക്തിക്കും മോക്ഷമില്ല, ഒക്കെ കുഴി പോയി കിടന്ന് പിടയ്ക്കുള്ളൂ. ഇതിങ്ങനെ ഞാൻ പറയാൻ കാരണം എനിക്ക് ആരോടും വിരോധം ഉണ്ടായിട്ടല്ല, ഇത് സത്യമായതുകൊണ്ടാണ് തുറന്നു പറയണത്. ഗുരു പരമ്പര പറഞ്ഞിട്ടുള്ളത് ഒന്നും നുണയല്ല. അല്ല, അവരെങ്ങനെ കണ്ടു പറഞ്ഞതല്ലേ ഓരോന്നും. ഇപ്പം ഗുരുവിന് ആത്മജ്ഞാനം സിദ്ധിച്ചു, ആത്മജ്ഞാനം സിദ്ധിച്ച് വന്നപ്പോൾ ആ പരമ്പരയിലെ കണ്ണിയായി, പരമ്പരകളെ കാണാൻ സാധിക്കുന്നുണ്ട്, മുന്നോട്ടുള്ളത് കാണുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ വരുന്ന വിപത്തുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം പ്രപഞ്ചം മുന്നറിയിപ്പ് തരെയാണ്. അത് മുമ്പോട്ടുണ്ടായിരുന്ന എല്ലാ പരമ്പരകളിൽപ്പെട്ട ആചാര്യന്മാരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ തലയിൽ കഴിച്ച് വിളിച്ചു പറഞ്ഞു, ആരും കേൾക്കാൻ തയ്യാറല്ല, ആരും അനുസരിക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്തുമാത്രം അവർ ഇത് അറിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ആരും അനുസരിക്കാതെ വരുമ്പോൾ എന്ത് വേദനിച്ചിട്ടായിരിക്കും അവർ പോയെന്ന് ചോദിച്ചോളുക. ഒരു ശാപം, അവരെ ശാപം ശപിച്ചിട്ടാണ് പോണത്. കാരണം പ്രപഞ്ചത്തിൽ 14 ലോകങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. സത്യമാണത്, സത്യമാണ് എന്ന് പറയാൻ കാരണം പല അനുഭവത്തിലൂടെ ഞാൻ സത്യം എന്ന് പറയുന്നതാണ്. ഞാൻ ഈ കണ്ടിട്ടില്ലാത്ത ലോകത്ത് ഞാൻ പോയിട്ടുള്ളതുകൊണ്ട്, അതും മെഡിറ്റേഷനിലൂടെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് സത്യം എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും അതിനെ നിഷേധിച്ചെന്നിരിക്കും. ഈ 14 ലോകങ്ങളുണ്ടെങ്കിലും ഭൂലോകത്തിനുള്ള പ്രത്യേകത ഇവിടെ മാത്രമാണ് ഗുരുത്വാകർഷണമുള്ളത്. ഇവിടെയാണ് ഗുരു പരമ്പരകളെല്ലാം വന്നിട്ടുള്ളത്, ഇവിടെയാണ് ആകർഷണമുള്ളത്.
ഈ ഗുരുത്വാകർഷണം വേറെ ഒരിടത്തും ഇല്ല. ഇവിടെ അഭ്യാസം കാണിച്ചിട്ട് യവന് ഒരു ലോകത്തും പോകാൻ പറ്റൂല. ഞാൻ എന്റെ അല്ല, ഒരു രക്ഷയില്ല. ചന്ദ്രനിൽ പോയാൽ അവന് താഴെ കാലുകുത്തി നടക്കാൻ പറ്റില്ല. അതാണ് ഗുരുത്വാകർഷണം ഇല്ല. ഗുരുത്വാകർഷണം ഇല്ലാതെ ഇവൻ എങ്ങനെ ഗുരുത്വം ഇല്ലാണ്ട് എവിടെ പോയിട്ട് കാര്യം? അതാണ് ഞാൻ പറയാം. ഒരു ഗുരു ഇല്ലാതെ ഒരു അച്ചുതണ്ട് ഉണ്ടാവില്ല. അവനൊരു ബേസ് ഇല്ല. ഒരു ബേസ് വേണമെങ്കിൽ ഒരു ഓരോ കാലഘട്ടത്തിൽ ഓരോ പരമ്പരകൾ വരും. ഒരു പരമ്പര അവസാനിക്കുന്നില്ല, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈശ്വരൻ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ നിയോഗിച്ചു വിടും. ഇപ്പോൾ അങ്ങനെ പോലെ തന്നെ ഓരോരുത്തരെ ഇങ്ങനെ, അത് കഴിയുമ്പോൾ പിന്നെയും പരമ്പരകൾ അവസാനിക്കുന്നില്ല, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ പരമ്പരകളെ മനസ്സിലാക്കി അവരിൽ നിന്ന് ഓരോ ജ്ഞാനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗുളിക രൂപത്തിൽ അവരെ നിന്ന് കിട്ടും. ചേട്ടനൊരു കാര്യം അറിയോ? ഇപ്പോൾ ഞാൻ ശവക്കറി കഴിക്കരുത് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പല ശിഷ്യഗണങ്ങൾക്കും നമ്മളെ ഇഷ്ടമല്ല. എനിക്ക് അവര് ഗുരുദേവൻ പറഞ്ഞ കാര്യമല്ലേ, ഗുരുദേവൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുദേവന്റെ ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ ആരുടെ അടുത്ത ബെൻസ് കാറുണ്ടായിരുന്നത്? ഇല്ല, അന്ന് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബെൻസ് കാറിൽ സഞ്ചരിച്ചിരുന്ന ഗുരുദേവനാണ്. ഗുരുദേവൻ സ്വത്ത് സമ്പാദിക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. ഗുരുദേവൻ എല്ലാ തരത്തിലുള്ള മഠ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആശ്രമ ജീവിതം, സ്കൂള് സംവിധാനം, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇത്ര റിച്ച് ആയിട്ടുള്ള ഒരു ഗുരു ആയിരുന്നു. ആ ഗുരു പറയുന്ന കാര്യങ്ങൾ ഒന്നും ഒരു ശിഷ്യനും അംഗീകരിക്കണില്ല. ആ ഗുരു പറഞ്ഞിട്ടില്ല ഒരിക്കലും ഒരു ജീവിയെ കൊല്ലാൻ, ഒരു എറുമ്പിനെ പോലും കൊല്ലരുന്നാണ് ഗുരു പറഞ്ഞേക്കണത്. അവനവന് ഉണ്ടാക്കാനും കൊടുക്കാനും ഒന്നും പറഞ്ഞിട്ട് പോയില്ല. എന്നിട്ട് ഇവിടെ മദ്യം ഉണ്ടാക്കി അത് കൊടുത്ത് അത് കച്ചവടം ചെയ്ത് അത് മദ്യം ഉണ്ടാക്കി കുടിക്കാൻ വിഷമമായതുകൊണ്ട് അത് കടയിൽ നിന്ന് മേടിച്ച് കുടിക്കണം എന്നൊക്കെയാണ് കച്ചവടക്കാർ പറയുന്നത്. ആ ഗുരു പറയുന്ന ഒരു വാക്കും അംഗീകരിക്കാതെ ആ ഗുരുവിന്റെ പേരിൽ കച്ചവടം നടത്തി നടക്കുന്ന ആളുകൾക്ക് എൻ്റെ ഈ വാക്കുകൾ വളരെ ബുദ്ധിമുട്ട് തോന്നി. ശരിക്കും ഗുരുദേവൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടുത്തെ ഗുരു പരമ്പരകളിൽ പെട്ടവരുടെ എല്ലാം പിന്നെ വന്ന അനുയായികൾ ശാപം വായിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം അവരെ നിന്ദിച്ചിട്ടേ ഉള്ളൂ. ഇനി വേറൊരു രസം പറയാം. എൻ്റെ ശിഷ്യഗണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാണ്ടല്ലോ, മുഴുവൻ നായന്മാരും പിള്ളയും നമ്പൂരിയും ഈഴവർ വളരെ കുറവാണ്. കാരണം അത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നന്നാവില്ലാത്ത വർഗ്ഗമാണ്. കാരണം നന്നാവാൻ വേണ്ടിയിട്ടുള്ള പണിയൊന്നും അവർ ചെയ്യണില്ല. ഗുരുദേവന്റെ പല ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഗുരുദേവന്റെ ശിഷ്യഗണങ്ങൾ നമ്മുടെ അടുത്ത് മെഡിറ്റേഷന് വരുമ്പോൾ അവർ തന്നെ പറയാറില്ല. പല ഗുരുദേവന്റെ ക്ഷേത്രങ്ങളിലും, ക്ഷേത്രമല്ല, നമ്മുടെ ഈ അവർ വീക്കിലി അല്ലെങ്കിൽ മാസത്തിൽ കൂടുന്ന ഒരു കുടുംബയോഗമുണ്ട്, കോഴി ബിരിയാണി, എന്നാലേ ആളുകൾ വരുള്ളൂ. ഗുരുദേവൻ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞേക്കണോ അത് തന്നെ ചെയ്യുള്ളൂ. ഇന്നൊരു ഭിക്ഷക്കാരനും ഉണ്ടായി ഒരു പൊതി ചോറ് കൊടുത്തു നോക്കാം, അവൻ ചോദിക്കും ചിക്കനാണോ മട്ടനാണോ. ഇപ്പൊ കുപ്പിയൂടി കൊടുക്കണം എന്നൊരു കാലം വന്നേക്കാണ്. അതും കൂടി കൊടുത്താലേ തൃപ്തി വരുള്ളൂ. ഇതൊക്കെയാണോ ദാനം എന്ന് പറയുന്നത്? യഥാർത്ഥ അന്നദാനം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. കലികാലത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എല്ലാവരും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അന്നദാനം എന്ന് പറയും, കടയിൽ കൊണ്ടുപോയി കാശ് കൊടുക്കും, അവർ നടത്തുന്നതായിരിക്കും. അപ്പൊ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ടോട്ടലി ചേഞ്ചായി. ആത്മീയതയ്ക്കല്ല പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ചേട്ടനാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി കൃത്യമായിട്ടൊരു കുടുംബം അനുഷ്ഠിച്ച് പോകാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അച്ചിട്ടാണ്. പക്ഷെ ആരും ചെയ്യില്ല. ഇത് കയ്യിലിട്ടുകൊണ്ട് നടക്കും, ഊരി വച്ചിട്ട് തിന്നും, വീണ്ടും കയ്യിലേക്ക് ഇടും. ശവം കഴിക്കുന്ന സമയത്ത് മാറ്റി വയ്ക്കും. ശവക്കറി കഴിക്കുന്നവന് മോക്ഷമില്ല, ശവക്കറി കഴിക്കുന്നവന് അഭിവൃദ്ധിയില്ല. അവനെന്തായാലും ഒരിക്കലും രോഗവിമുക്തി വരികയില്ല, ഒരിക്കലും വരില്ല. ഒരിക്കലും വിമുക്തിക്ക് വേണ്ടി അവൻ ചെയ്യേണ്ട ആത്മസാക്ഷാത്കാരം അവന് കിട്ടൂലെന്നുള്ള അത് 110% ഉറപ്പാണ്. എന്നിട്ടാണ് ചിലർ പറയണത് ഞാൻ മത്സ്യമാംസം കഴിക്കുന്ന അങ്ങനത്തെ ഗുരുക്കന്മാരുണ്ടെന്ന് പറയുന്നത്. ഗുരുവാണോ? അവൻ കഴിക്കൂല, അവൻ കഴിക്കില്ല. ഗുരു അറിഞ്ഞവൻ ഒരു ജീവിയെ തിന്നുന്ന അവൻ ഗുരു അങ്ങനെ ആവും. ഗുരു ആവേയുള്ളൂ. എനിക്കറിയില്ല. ഗുരു ഇന്നത്തെ ഗുരുക്കന്മാര് ചിലപ്പോ കഴിക്കുമായിരിക്കും. അത് ഗുരു അല്ല. അതെ, ഗുരു വേറെ ഗുരു വേറെ, രണ്ടും രണ്ടാണ്. ഇരുട്ടിനെ അകറ്റുന്നവനുണ്ട്, ഇരുട്ടിലാക്കുന്നവനുണ്ട്. അതെ, ഇന്ന് ഇരുട്ടിലാക്കുന്നവരാണ് കൂടുതൽ. ഇപ്പൊ നമ്മള് ഭാഗവത സപ്താഹം, രാമായണം സപ്താഹം, അല്ലെങ്കിൽ ഓരോരോ സപ്താഹങ്ങൾ നടക്കുന്നു. ഇവിടെ ഒന്നും ധർമ്മമല്ല നടക്കുന്നത്, ഒരിക്കലും അല്ല. തൊണ്ടത്തൊഴിലാളി എന്നിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും, കിട്ടുന്ന കാശ് മേടിക്കും, സ്ഥലം വിടും. ആ ഒരു പുസ്തകത്തെക്കുറിച്ച് കുറച്ച് അറിവ് നേടും, അതിനെ വായിച്ച ആളുകളിൽ പിന്നെ ചിലർക്ക് സംസാരിക്കാനുള്ള ഭാഗ്യം ദൈവം കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ ജനങ്ങളെ കയ്യിലെടുത്ത്
കിട്ടുന്ന നല്ല പോലെ വാങ്ങി അടുക്കി വെച്ചിട്ട് അവരങ്ങ് പോകും. അല്ലാതെ എങ്ങോട്ടാ പോണത്? നേരെ കൊണ്ടുവയ്ക്കാം. അത്ര എവിടെ കൊണ്ടുപോയി? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ ഒരു സത്യമായിട്ടുള്ള സ്ഥലമാണ്. അതിനെ നമുക്ക് തൊടാൻ പോലും പാടില്ല. ഈവൻ നമ്മുടെ ഭാഗവതാവട്ടെ, ഗ്രന്ഥമാവട്ടെ, ഏത് വിശേഷ വസ്തുക്കളാവട്ടെ, ശവക്കരി തൊടുന്നവനോ ധർമ്മമില്ലാത്തവനോ ഇതൊന്നും സ്പർശിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ സംസ്കാരം തന്നെ അനുശാസിക്കുന്നത്. അതുമല്ല, അത് ശ്രവിക്കാൻ പോലും പാടില്ല. ഇപ്പം ആചാര്യൻ അവിടെ വന്നിരുന്ന് മത്സ്യമാംസാദികൾ കഴിക്കാതെ അദ്ദേഹം ഇരുന്ന് പറയണമെങ്കിൽ പോലും അത് കേൾക്കാനിരിക്കുന്ന ഒരു 7 ദിവസമെങ്കിലും വ്രതശുദ്ധിയോട് വന്നിരിക്കുന്ന എത്ര പേരുണ്ടാവും അവിടെ? ഒരെണ്ണം പോലും ഇല്ല. ഈ ശുദ്ധ വൃത്തിയായിട്ട് ഇത് കേൾക്കാനായിട്ട് സപ്താഹം ശ്രമിക്കാൻ വേണ്ടി വരണ്ടേ? കേൾക്കാനായിട്ടിരിക്കുന്ന അത്രയും പേരിൽ എത്ര പേര് വരും? ക്ഷേത്ര ഭാരവാഹികൾ വരുമോ? ആരും വരില്ല. അപ്പോൾ അവര് ശരിക്കും ക്ഷേത്രത്തിന്റെ കുറച്ച് പൈസ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കുറച്ച് പബ്ലിസിറ്റിക്കും വേണ്ടി ഇങ്ങനത്തെ കുഴപ്പം നടത്തുന്നതിൽ ഉപരി വേറെ അതിൽ ഒരു സത്യവും ഇല്ല, ഒരു ഗുണമാക്കം വരുമെന്ന് തോന്നണമില്ല. ഇന്ന് ധർമ്മം ഇല്ലാതായി കാണാൻ പറ്റില്ല. അവനവന്റെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്. അതെ, വിളക്കും ഉള്ളിലാണ് കത്തിക്കേണ്ടത്. എവിടെയാണ് കത്തിക്കേണ്ടത്? ദൈവം നമ്മുടെ ഉള്ളിലാണ്. അതെ. ഇനിയിപ്പോ അനുഭവത്തിൽ ഞാൻ അങ്ങയോട്, നമ്മൾ രണ്ടുപേരും ഇപ്പൊ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണല്ലോ പറയുന്നത്. സത്യം. നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്കല്ല പോണത്, ഉള്ളിലേക്കാണ് പോണത്. നമ്മൾ പോണത് ഒരു പരിധി വരെ നമ്മൾ പുറത്തേക്കെന്ന് തോന്നിയാലും നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് യാത്ര. തീർച്ചയായിട്ടും. ഇതിന്റെ പരമമായ സത്യം, ഈ ഡയമെൻഷൻസ് എവിടെയായിരിക്കണം? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ അകത്തമാണ് ഈ പറയുന്ന സത്യം മുഴുവൻ ഒളിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പുറത്തേക്കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് എങ്ങനെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ചെല്ലും? ഒരിക്കലും അല്ല, സാധ്യമല്ല. കാരണം ഞാൻ ഇപ്പോൾ അങ്ങേ നിന്ന് കണ്ട ഒരു ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ചെറിയ ഒരു കാലയളവ് കൊണ്ട് ഓരോരുത്തർക്ക് അവരൊന്നും ഒരു ജന്മം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് അങ്ങേ നിന്ന് ഈസി ആയിട്ട് ഓരോരുത്തർക്ക് ചുരുക്കം, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 41 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള ഓരോ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഞെട്ടിപ്പോകും. കാരണം ഒരു ജന്മം ചിലപ്പോൾ തപസ് ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളാണ്. അത്രയും എളുപ്പ വഴിയിലൂടെയാണ് ആത്മജ്ഞാനത്തിലേക്ക് വലിച്ചുകൊണ്ട് പോണേ. അങ്ങ് ആ ഒരു മെത്തേഡ് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. അത് 41 ദിവസം വേണ്ടാട്ടോ. അല്ല, ഞാൻ പറയണത് വിരലിൽ എണ്ണാവുന്ന ദിവസം കൊണ്ടാണ് അനുഭവിക്കുന്നത്. മിനിമം ഒരു വ്യക്തിക്ക് ചിലർക്ക് ഫസ്റ്റ് ഡേയില് ഇന്ന് മറ്റേ ആ പയ്യന്റെ പേരെന്താണ്? അതെ, ഒരു പ്രസാദ് എന്ന് പറഞ്ഞ പയ്യന് ഫസ്റ്റ് ഡേ തന്നെ അവന് ജ്ഞാനം ഉണ്ടായി. പെട്ടെന്ന് അവന് എത്രയോ അനുഭവങ്ങളുണ്ടായി ഒരു ഒറ്റ മെഡിറ്റേഷൻ കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ പറയണത് ഒരു 41 ദിവസം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം വരാത്ത ഒരാളും കാണുന്നില്ല. എത്ര ദുഷ്ടനായിക്കോട്ടെ നന്നായി പോവും, അവൻ നന്നായി പോവും. ആ പ്രപഞ്ചം അവനെ നന്നാക്കും. ആ പരാശക്തിയിൽ അവൻ ലയിച്ചു പോവും. അവന്റെ മനസ്സിനെ മാത്രം അവിടെ അർപ്പിച്ചാൽ മതി. അവിടെ നമ്മൾ അങ്ങയുടെ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ ആചാര്യന്മാരെ ഇതിൽ ഓരോ ശ്വാസഗതി, മറ്റേ ഗതി, മറിച്ച ഗതി, പിന്നെ മന്ത്രം, ആ മന്ത്രം, ഈ മന്ത്രം, മറ്റേ മന്ത്രങ്ങൾ, മന്ത്രധ്വനി, ഇത് ഒന്നുമില്ലാതെ മനസ്സിനെ ശാന്തമാക്കി ഏകാഗ്രത മാത്രം മതി എന്ന് പറഞ്ഞ ഒരു മാർഗം. അതാണ് ആ മാർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ജ്ഞാനവും വേണ്ട, അവന് ഒരു അറിവും വേണ്ട. ഞാൻ വീണ്ടും എൻ്റെ പഴയ ചരിത്രത്തിലേക്ക് പോവാ. നിങ്ങൾക്കറിയോ, ഞാൻ ധ്യാനത്തിൻ്റെ അനേകം മാർഗങ്ങൾ ഞാൻ ട്രൈ ചെയ്തു നോക്കി. അതിനകത്ത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ഏറ്റവും പവർഫുൾ മുദ്ര. എല്ലാവരും നമ്മൾ കേട്ടിട്ടുള്ള. ഞാൻ ധ്യാനത്തിലിരിക്കും, അല്പനേരം കഴിയുമ്പോൾ വിരൽ വിട്ടു. ഞാൻ ക്യുക്ക് ഫിക്സ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയാം, വിട്ടുപോകാതിരിക്കാൻ ചെയ്യാത്ത ഒരു മാർഗവും ഇല്ല. എല്ലാം പരീക്ഷിച്ചു നോക്കി. അവസാനം ഈ ജീവൻ അങ്ങോട്ട് ഒടുക്കാം, എന്നാലെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ദൈവം തിരിഞ്ഞു നോക്കില്ല. പൂർവകാല ജന്മ ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രം ഈ അനുഭവം എനിക്ക് കിട്ടിയതാണ്. എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത് യഥേഷ്ടം എല്ലാവർക്കും കൊടുത്തിട്ട് പോകാൻ. ആ ഒരു മനസ്സാണ് ഞാൻ അങ്ങേ കണ്ട ഏറ്റവും എനിക്ക് ഏറ്റവും ഒരു ബഹുമാനം തോന്നാനുള്ള ഒരു പ്രധാന കാരണവും ശരിക്ക് ഞാൻ അങ്ങേ അന്വേഷിച്ച് വരാനുള്ള ഒരു കാരണമായി തീർന്നത്, സാധാരണയായിട്ട് ആത്മജ്ഞാനം കിട്ടുന്നവര് അവർ ഒതുങ്ങും, ഒതുങ്ങിക്കളയും. കാരണം ഈ ദുഷ്ടാത്മാക്കളുടെ ഇടയിൽ കിടക്കിട്ടാന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പോയി കളയാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം എന്ന് വിചാരിച്ച് അവരിരിക്കും. ഇതൊന്നും അല്ലാതെ ജനങ്ങളിലേക്ക് ഇടിച്ചിറങ്ങി കുറേ പേരിലെങ്കിലും ഇത് എത്തിക്കുക, കുറേ പേരെങ്കിലും ആ വഴിയിലേക്ക് വലിച്ചുകൊണ്ട് വരിക,
ആ ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അറ്റംപ്റ്റ് ആയിപ്പോയി. അതിനാണ് എനിക്ക് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇട വരുത്തിയത് പ്രപഞ്ചശക്തി. ആ ഒരു ഇതാണ്. കാരണം ആരും അതിനു വേണ്ടി തയ്യാറാവില്ല. കാരണം നമ്മളെ ജീവിതം തന്നെ മാറ്റി വെച്ചിട്ട് ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. കാരണം ഇന്ന് എല്ലാവരും സ്വാമി ഗുരുദേവൻ പണ്ട് പറയുമായിരുന്നു, നമ്മളോട് പറയും, ഇന്ന് കലിയുഗത്തിലെ സ്വാമിമാരെന്ന് പറഞ്ഞാൽ അറിയാവുള്ളേ എന്ന് ചോദിക്കും. നമ്മൾ പറഞ്ഞ് അറിയാൻ ഭഗവാനെ, കുടിയൻ, കട്ടുപറിയൻ, കുടുംബനിലയില്ലാത്തവൻ, തടിയൻ, മൂടനെല്ലാം സന്യാസിയാകുവേ. കലിയുഗത്തിലെ സന്യാസിമാരൊക്കെ അറിയാം. കുടിയൻ എല്ലാം കുടിച്ച് നശിച്ച് അവസാനം ഒതോലും വളർത്തി സ്വാമി. കാരണം ആരും ഒരിടത്തും ആശ്രയമില്ല. പിന്നെ മുടി വെട്ടാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് സ്വാമി. കുടുംബനിലയില്ലാത്തവൻ, ഭാര്യയും മക്കളും ഒക്കെ ചവിട്ടി പുറത്താക്കും. അപ്പൊ പിന്നെ ഒരേ അവശനായി സ്വാമി. തടിയൻ, ജോലി ചെയ്യാതെ സുഖമായി ജീവിക്കാനുള്ള ഒരേ ഒരു ഇടമാണ് ആശ്രമങ്ങൾ. മനസ്സിലായില്ലേ? എന്തെങ്കിലും കഞ്ഞി വല്ലതും വയ്ക്കുക, തിന്നുക, സ്വാമി വളർത്തി ഹരേരാമ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരിക്കുക, ഉണ്ട് എളുപ്പ വഴി. അങ്ങനെ തടിയൻ, മൂടനെല്ലാം, ഒരു വിവരവും ഇല്ലാത്തവനെല്ലാം കലിയുഗത്തിൽ സന്യാസിയാകുവേൻ. ഇതാണ് സ്വാമിമാര്. പിന്നെ അദ്ദേഹം പിന്നെ എഴുതി വെച്ചു, തലതാടി നീട്ടിയിട്ടു കാര്യമില്ല, തലമുട്ട ഇട്ടിട്ട് കാര്യമില്ല, ഉലകത്തെ തോൽപ്പിക്കും സന്യാസി വേഷത്താൽ ഉലകം മുടിച്ചിടും ജ്ഞാനപ്പെണ്ണേ. ഞാൻ ഒന്നും പറയണില്ല. അപ്പോ ഇന്നത്തെ എല്ലാം വേഷഭൂഷാദികള്. ഇന്ന് നമ്മൾ ഒരു ആത്മജ്ഞാനം കിട്ടിയം എന്ന് വിചാരിച്ച ഉടനെ തന്നെ വിചാരിക്കണം വെച്ചാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ നടന്നാ മതി. ഗുരു നല്ല പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഇതായിട്ട് നടക്കണുണ്ട്. പലതും ഇതില് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ. ഗുരു എന്തെങ്കിലും നടക്കണം, നല്ല ഡ്രസ്സൊക്കെ ആണല്ലോ, പലരും ഇന്റർവ്യൂല് ചോദിക്കണല്ലോ. അപ്പൊ അവര് കാണുന്ന എന്താണ്, ഗുരുവായാൽ പിന്നെ ഇങ്ങനെ നടക്കരുത്. അവരാണ് തീരുമാനിക്കുന്നത് കല്യാണം കഴിക്കണോ വേണ്ടയോ, പിന്നെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ തീരുമാനിക്കണം. ശരിക്ക് ഇവിടുത്തെ ആചാര്യന്മാരിൽ വളരെ ആചാര്യന്മാരിൽ ഒരു വിഭാഗക്കാർ, ഗുരുദേവൻ അതുപോലെ ചില ആളുകളെ മാറ്റി നിർത്തിയ ശങ്കരാചാര്യ ഗുരുക്കളും ഒക്കെ മാറ്റിയെടുത്താൽ, ചിന്താലേശനെയൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവർക്കെല്ലാം കുടുംബം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുടുംബം എന്ന് പറയുന്നത് അവര് കുറെ സന്താനം ഉൽപാദനത്തിനോ അല്ലെങ്കിൽ കുറച്ച് സുഖഭോഗങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. ആ കർമ്മബലമുള്ള ഒരാളിനെയും കൂടി കൂട്ടിക്കൊണ്ട് ഇവരുടെ ആത്മബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അഗസ്ത്യർ പിന്നെ കല്യാണം കഴിച്ചു. അദ്ദേഹം ചിലപ്പം പിതൃക്കൊക്കെ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി എന്ന് പറയാം. ഇല്ല, അങ്ങനെയല്ല. നമ്മുടെ ദൈവ പരമ്പര മുഴുവൻ എടുത്തു നോക്കി രാമകൃഷ്ണവരും എല്ലാവരും ഗൃഹസ്ഥരാണ്. ഗുരുദേവൻ ഈ ഗുരുക്കന്മാരെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പറ്റാത്തവൻ വിവാഹം കഴിക്കണം. അതെ, കഴിക്കണം. ഈ വിവാഹം കഴിക്കാൻ യോഗമുള്ളവൻ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഈ സ്വാമിമാരുടെ ഇടയിൽ ഇത്രയും വൃത്തികേട് ഉണ്ടാക്കുന്നതിന് കാരണം. ഞാൻ ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് പറയാണ്, ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരു പുണ്യാളിനെ കൊണ്ടും അനുഷ്ഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടി ജനിക്കണം. അത് ഒരു ശ്രേഷ്ഠ ജന്മമായിട്ട് അങ്ങനെ വന്നാൽ അങ്ങനെ പറ്റും. അതെ, അത് അവിടുന്ന് അതിനു വേണ്ടി വരുന്നതാണ്, ഇവിടെ വന്നിട്ടാവണതല്ല. പിന്നെ ഇത് ചെറിയ ത്യാഗമൊന്നുമല്ല. അത് അറിഞ്ഞാതെ ആളുകൾക്ക് അറിവിനെ ചരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അറിവിൽ അമർന്ന അറിവായി തന്നെ ജീവിക്കണം. ആരെ കൊണ്ട് പറ്റുമോ? എവിടെ പറ്റും? അത് അറിവ് കിട്ടിയാലേ അറിവിൽ അമരാൻ പറ്റുള്ളൂ. അപ്പൊ അറിവ് കിട്ടുന്നവരെ നമ്മൾ എങ്ങനെയാ മനുഷ്യനായിട്ട് ജീവിക്കും? അത്ര തന്നെ. അപ്പൊ സുഖഭോഗങ്ങളെല്ലാം വേണം, എല്ലാം വേണം. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ കർമ്മഫലം പിന്നെ എപ്പറ കിട്ടും? അല്ലാതെ അറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ അവന് മുക്തി വരത്തില്ല. ശങ്കരാചാര്യർ എന്തുകൊണ്ട് അവസാനം ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയില്ലേ? 3 അമ്മമാരെ ഒറ്റ രൂപമായി കണ്ട് പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് എന്ത് വേണം? എനിക്ക് ശരിക്ക് ഉടലോട് സ്വർഗത്തിൽ പോകണം. അവൻ പറഞ്ഞു, അങ്ങനെയാണ് സർവജ്ഞ പീഠം കയറിയത്. അപ്പൊ പറഞ്ഞു, നീ ഭാര്യാസുഖം അനുഭവിച്ചിട്ടുണ്ടോ? അത് പോയി അനുഭവിച്ചിട്ട് വരാൻ പറഞ്ഞു. ശങ്കരാചാര്യർക്ക് ഒറ്റ അബദ്ധമാണ്. അതുകൊണ്ടാണ് വിവരമുള്ളവരെല്ലാം പറയും, നീ കല്യാണം കഴിച്ച് നിനക്ക് കർമ്മഫലങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് നീ എന്റെ കൂടെ വാ. ഇതെന്താന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതം ചെറുതല്ല, വലിയതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അതൊരു താളത്തിൽ കൊണ്ടുപോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അഭ്യാസമല്ല, വലിയ പാടാണ്. കുടുംബം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് കുടുംബം ഇമ്പത്തോടുകൂടി പോകണം, വലിയ പാടാണ്. ഒരു സ്ത്രീ നമ്മുടെ കൂടെ അല്ലെങ്കിൽ ഒരു മകൾ, ആരുടെയെങ്കിലും മകള് നമ്മുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ
എടാ ഇത് ഇത്രയും വലിയ ഒരു സംഭവമാണോ എന്നുള്ളത്. വലിയ ചെറിയ കാര്യമല്ല, വലിയ ഒരു ദൗത്യമാണ്, വലിയ ഒരു ടാസ്ക്കാണ് ഒരു ദാമ്പത്യ ജീവിതം. അപ്പൊ ഞാൻ എൻ്റെ മക്കളും ഭാര്യയും കുടുംബവും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ആശ്രമത്തിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വരുമ്പോഴേ ഒരു കൗതുകം. തീർച്ചയായും ഇത് ഒരു പ്രശ്നമില്ല, കുടുംബമായിട്ട് ജീവിക്കുന്ന വീട്ടിലേക്കാ വരുന്നത്. അതെ, സത്യമായിട്ട് നമ്മളൊരു കുടുംബത്തില് ഒരു അതിഥിയായിട്ടാണ് ഒരാളത്തിൽ വരുന്നത്. അല്ലാതെ നമ്മളൊരു ആശ്രമത്തിലേക്ക് ഒരു സന്യാസി വസിക്കുന്നിടത്തേക്ക് ചെന്ന് കയറുന്നതല്ല. എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾ ആരാ വരുന്നത്, ഒറ്റയ്ക്കാണോ? വരാൻ പറ്റില്ല. ഗൃഹസ്ഥരാണോ? പോരെ, കുടുംബമായിട്ട് പോരെ, കുഴപ്പമില്ല. അല്ലാത്തവരെ ഞാൻ എന്റർടൈൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഭർത്താവ് മരിച്ചുപോയി കുഴപ്പമില്ല, ഭാര്യ മരിച്ചുപോയി കുഴപ്പമില്ല, വരാം, മക്കളെ കൂട്ടിക്കൊണ്ടുപോവാ. അതെ, മക്കളുടെ അനുഭവത്തോടെ. എനിക്കും ചീത്തപ്പേര് വേണ്ട, നിങ്ങൾക്കും ചീത്തപ്പേര് വേണ്ട. ഇന്ന് ലോകം മുഴുവൻ സന്യാസിമാർക്ക് ചീത്തപ്പേര് കൂത്താൻ നടക്കുക. സത്യം, ശരിയല്ലേ? 100%. അവര് ചീത്ത ആളുകൾ ഇല്ലാന്നല്ല, അന്വേഷിച്ച് ജീവിക്കുകയാണ്, ത്യാഗത്തിലൂടെ യാത്ര ചെയ്യുക. പിന്നെ എന്തിനാ അവർക്ക് ചീത്തപ്പേര് കുത്തണം? ചീത്തപ്പേര് കുത്തണം വെച്ചാൽ ചെന്ന് കയറി ഈ പോണവരെല്ലാം ഒറ്റയടിക്ക് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എന്തും കാണിക്കും, എന്തും കാണിച്ച് ആളുകളെ ഭക്തിയുടെ പേരിൽ മഠയന്മാരാക്കി മാറ്റിയേക്കാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ നേർച്ചക്കോഴി പോലെ ജീവിക്കുക ശിവശക്തി സംഗമത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സംഗമം ഇല്ല മക്കളെ. ആരുടെയെങ്കിലും കൂടെ പോയി കിടന്നാൽ ശിവശക്തി സംഗമം ഉണ്ടാവും, മോക്ഷം ഉണ്ടാവും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഠയത്തരമാണ്. നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് തീർത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതെ, ഈ ജന്മം പൂർത്തിയാക്കുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ കിടപ്പുണ്ട്, ഒരു ലോൺ അവിടെ കിടപ്പുണ്ട്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറി താമസിച്ചാലും ബാങ്കുകാരെ നമ്മൾ അന്വേഷിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് കിടപ്പുണ്ട്. പഴയ കാലത്ത് കർമ്മഫലത്തിന്റെ അക്കൗണ്ട് കിടക്കുക. അത് മരിക്കുമ്പോൾ ഇങ്ങോട്ട് വരും നമ്മുടെ അടുത്ത്, മലക്കായിട്ടും മാലാഖയായിട്ടും ഒക്കെ നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും മരണശേഷം മറ്റൊരു ജീവിതമുണ്ട്. നമ്മുടെ പൂർവികര് വിഡ്ഢിത്തരം ഒന്നും പറഞ്ഞേക്കണല്ല, ഇതൊക്കെ സത്യമാണ്. എല്ലാം അവര് കണ്ടറിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ കാണാതെ പറഞ്ഞതല്ല, കണ്ടു പറഞ്ഞതാണ്. നമ്മുടെ ഒരാൾക്ക് അബദ്ധം പറ്റാം, രണ്ടാൾക്ക് അബദ്ധം പറ്റാം. ഋഷി പരമ്പര മുഴുവൻ സത്യങ്ങളുടെ മാലപ്പടക്കം പൊട്ടിച്ചേക്കുക. അതെ, സത്യം. പിന്നെ അത് ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞു? H2O കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിൽ നിങ്ങൾ വെള്ളം ഉണ്ടാക്കിയിട്ടില്ല, കുടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷുകാർ പറഞ്ഞ H2O ഇന്നും സമ്മതിക്കുന്നുണ്ട്. നിങ്ങളിങ്ങ് വാ, ഞാൻ ദൈവത്തെ കാണിച്ചു തരാം. പക്ഷെ അതെനിക്ക് പറ്റില്ല. എന്ത്? ശവക്കറി ഉപേക്ഷിക്കാൻ പറ്റില്ല, കള്ളുകുടിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് രാവിലെ ഉറക്കമൊഴിക്കാൻ പറ്റൂല, 4:30 അതൊന്നും എനിക്ക് പറ്റില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ എന്തായാലും എണീക്കില്ല, എന്തായാലും എന്നെ കിട്ടൂല. അപ്പൊ ഇതൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ സ്വർഗം കിട്ടിയത് തന്നെ. 5 രൂപ ടിക്കറ്റ് എടുത്തോട്ട് ഇവിടെ കൊടുക്കുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ. അങ്ങനെയല്ല, അവിടെ കൊട്ടേഷൻ കൊടുത്തിട്ട് പോവുകയാണ്. 6 മാസത്തേക്ക് ഒരുമിച്ച് പൈസ അവിടെ അടച്ചിട്ട് പറയും 6 മാസത്തേക്ക് ചെയ്തിട്ട് ചെന്ന് നിന്നാ പോലും അവന്മാര് ചെയ്യത്തില്ല. പിന്നെയാണ് 6 മാസത്തേക്ക് അവൻ കൊട്ടേഷൻ കൊടുത്തിട്ട് പോകുമ്പോൾ ചെയ്യുന്നത്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ മൊത്തം കോമഡിയാ തോന്നണത്. അല്ല, എനിക്കറിയാം. ഞാൻ ഓരോരുത്തരും പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ദശാസന്ധ്യയാണ്, ഒരു 6 മാസം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. പിന്നെ എന്താ സാറേ ചെയ്തിരിക്കാം, ഉടനെ തന്നെ ഇവർ 6 മാസത്തേക്ക് ഓൺലൈൻ വഴി 6 മാസത്തേക്ക് മൃത്യുഞ്ജയ ഹോമം ചെയ്ത് ഓൺലൈൻ പൈസ അടച്ചു, എല്ലാം ശരിയാക്കി. ഞാൻ ഈ ക്ഷേത്രത്തിൽ പോക്ക് 10-15 വർഷം മുമ്പ് നിർത്തിയോണ്ട് എനിക്ക് അത്ര കണക്ഷൻ ഇല്ല. ദൈവമില്ലാഞ്ഞിട്ടല്ല, ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവൻ നിഷ്ഠയോടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ ചൈതന്യമുണ്ട് 100%. അവനും വ്യഭിചാരിയും മദ്യപാനിയുമായിട്ട് ജീവിക്കുന്നിടത്ത് അവിടെ പിന്നെ എങ്ങനെ ചൈതന്യം ഉണ്ടാവണം? അവനാണല്ലോ അവിടെ ചൈതന്യം കൊടുക്കേണ്ട ആള്. ദൈവത്തിന് ചൈതന്യം കൊടുക്കേണ്ടത് പൂജാരിയാണ്. അപ്പോൾ ആ പൂജാരിക്ക് വ്രതശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ആ ദൈവം എങ്ങനെ അവിടെ കുടിയുള്ളൂ? ഇന്ന് പറ്റണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജാരിയുടെ അടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് തലേദിവസം സ്മോള് മേടിച്ചു കൊടുത്തിട്ടാണ് ഭക്തൻ തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ കാര്യം എന്തെങ്കിലും നിവൃത്തി ഉണ്ടാവുമോ? അതെ, ഇതൊക്കെ എന്താ പറയണേ? അപ്പൊ ഇതൊരു നെവർ എൻഡിങ് ആണ്. ഒരുപാട് സമയമായി. അപ്പോ ഇത്രയും സമയം ശരിക്കും പറഞ്ഞ ഗുരുജിയെ പോലെ തസ്മൈ ഗുരുജിയെ പോലെ ഒരാളിനെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിനെ കണ്ട അന്ന് മുതൽ അദ്ദേഹത്തെ ഈ ചാനലിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും പോയി അദ്ദേഹത്തെ കാണുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഒന്ന് അവിടെ അദ്ദേഹത്തെ കാണാൻ സാധ്യമല്ല, പലപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ കാണാൻ പോയാൽ തന്നെ അത് നിശ്ചിതമായിട്ട് ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടാറുള്ളൂ. അങ്ങനെ ഒരാളിനെയാണ് നമുക്ക് ഇത്രയും സമയം
നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടി ഇത്രയും സമയം അത് ഗുരുവിൻ്റെ ചാനലിൽ തന്നെ വന്നിരുന്ന് അടുത്തൊരു പരമ്പരയിൽപ്പെട്ട ഒരാൾ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ അദ്ദേഹം അത്ര വളരെ ലളിതമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വളരെ അഗാധമായ ജ്ഞാനമുള്ള ആളാണ്. സാധാരണ മണിക്കൂറുകൾ അദ്ദേഹം നിസ്സാരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക അത് വിഷയത്തെക്കുറിച്ചും. അത്ര ആത്മജ്ഞാനത്തിൻ്റെ ശക്തിയാണത്. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഗുരുവിന് എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ ഭഗവാന്റെ ചാനലിൽ വന്ന് സംസാരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഭഗവാന്റെ ശ്രോതാക്കൾക്ക് എൻ്റെ കോടി പ്രണാമം.